നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. 17 ദിവസം പാർലമെന്റ് സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്ന അമിത്ഷാ വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിവസം എത്തി. അമിത്ഷാ ഒളിച്ചോടിയെന്ന പ്രതിപക്ഷ ആരോപണത്തിന്റെ മൂർച്ച കുറച്ച ശേഷമായിരുന്നു അമിത്ഷായുടെ വരവ്. പ്രതിപക്ഷം ആവശ്യപ്പെട്ട ചർച്ചയ്ക്ക് ചട്ടപ്രകാരം തയ്യാറാണെന്ന് ഇന്നലെ പൊടുന്നനെ സ്പീക്കർക്ക് കത്ത് നൽകിയത് തന്ത്രപരമായ നീക്കം. ഈ കരുനീക്കത്തിൽപ്പെട്ടോ പ്രതിപക്ഷം? ഒളിച്ചോടിയതാരാണ്? അമിത്ഷാ ഒളിച്ചോടിയെന്ന് പറഞ്ഞ് പ്രതിപക്ഷം നടത്തിയ പ്രചാരണത്തിന്റെ പൊള്ളത്തരം പൊളിഞ്ഞു. ചർച്ചയ്ക്ക് തയ്യാറാണ് ഇന്നലെ അമിത്ഷാ തുറന്നടിച്ചു. പക്ഷേ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായപ്പോൾ പ്രതിപക്ഷം എന്തിന് പിന്നോട്ട് പോയി? വന്ദേ മാതരം ആലപിച്ച് സഭ പിരിഞ്ഞു. പക്ഷേ ഒരു ചോദ്യം ബാക്കി. അമിത്ഷാ ആണോ ഒളിച്ചോടിയത്, അതോ ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷമാണോ ഒളിച്ചോടിയത്? ചർച്ചയ്ക്ക് തയ്യാറല്ലാത്തത് സർക്കാരാണെന്ന് ആരോപിച്ചവർക്ക് മുന്നിൽ അവസരം വന്നപ്പോൾ എന്തുകൊണ്ട് നിലപാട് മാറി? അമിത്ഷായെ സഭയിൽ വരുത്താൻ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു, അമിത്ഷാ വന്നു. ചർച്ച ആവശ്യപ്പെട്ടു, അമിത്ഷാ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് പ്രതിപക്ഷത്തിന്റെ പ്രശ്നം? അമിത്ഷാ വന്നത് മറുപടി പറയാനല്ല, മുഖം രക്ഷിക്കാനെന്ന പ്രതിപക്ഷ ആരോപണം നിലനിൽക്കുന്നതാണോ? ചർച്ചയുടെ വേദിയും വിഷയവും സർക്കാരിന്റെ നിയന്ത്രണത്തിലിരിക്കെ യഥാർത്ഥ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആരാണ് ഒഴിഞ്ഞു മാറിയത്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പാർലമെന്റ് സമ്മേളനങ്ങൾ തടസ്സപ്പെടുന്നത് പുതുമയല്ല. പക്ഷേ ഇത്തവണ കണ്ടത് പാർലമെന്റ് സമ്മേളന സമയത്ത് ഒരു വിഷയവും ചർച്ചയിൽ വന്നില്ല എന്നതാണ്. ബില്ലുകൾ കടുക് വറക്കുന്ന വേഗതയിലാണ് പാസാക്കിയെടുത്തത്. അതേസമയം അമിത്ഷാ ഒളിച്ചോടി എന്നുള്ള പ്രതിപക്ഷ ആരോപണം അവസാന 2 ദിവസമായപ്പോൾ ആ നിലപാടിൽ മാറ്റം വരുത്തുവാൻ, ആ നിലപാടിനെതിരെ പറയുവാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന രീതിയിൽ അമിത്ഷാ വന്നപ്പോൾ ഒളിച്ചോടിയത് പ്രതിപക്ഷം ആണ് എന്നുള്ള മറിച്ചുള്ള ആരോപണം ഉന്നയിക്കുവാനും ഭരണപക്ഷത്തിന് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ആരാണ് ഒളിച്ചോടിയത്? ചർച്ചയിൽ കേണൽ എസ് ഡിന്നി, മോഹൻ വർഗീസ്, ശ്രീ എം എസ് വേണുഗോപാൽ, ശ്രീ സിബി സത്യൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഒളിച്ചോടിയത് ആരാണ് എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമിത്ഷായാണ് ഒളിച്ചോടിയത് എന്ന കാര്യം ഉന്നയിക്കുവാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നു, അത് ശക്തവുമായിരുന്നു. പക്ഷേ ഒരു തന്ത്രപരമായ നീക്കത്തിലൂടെ അത് പൊളിക്കുവാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ശ്രീ മഞ്ജുഷ്, ഒളിച്ചോട്ടത്തിന് ടാക്ടിക്കൽ വിഡ്രോവൽ എന്നുകൂടി പറയാം. ഇത് എങ്ങനെയാണ് നമ്മൾ ആ ഒളിച്ചോട്ടത്തെ കാണേണ്ടത് എന്നതാണ്. 17 ദിവസങ്ങളിൽ പാർലമെന്റിൽ വരാതെ അകലം പാലിച്ച അമിത്ഷാ അവസാനം ക്യാമറ കണ്ണുകളുടെ മുന്നിൽ വന്ന് പറയുകയാണ്, ഞാനിതാ തയ്യാറാണ്. ഇന്നലെ 3 മണി മുതൽ ഇന്നേ ദിവസം 3 മണി വരെ 24 മണിക്കൂറിനുള്ളിൽ എത്ര സമയമാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും സമയം ഞാൻ ചെവി തരാം, അതിനുശേഷം ഞാൻ മറുപടി പറയും. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് എണ്ണി മറുപടി പറയാൻ ഞാനിതാ തയ്യാറാണ്. അപ്പോൾ അവസാനം 17 ദിവസം വിട്ടുനിന്ന ടാക്ടിക്കൽ വിഡ്രോവലിൽ നിന്ന അമിത്ഷാ 18ാം ദിവസം പാർലമെൻറ്റിൽ സർഫസ് ചെയ്യുകയാണ്. ഇനി കോൺഗ്രസിനെ നോക്കൂ, 17 ദിവസവും കത്തിച്ചു നിർത്തിയിരുന്നു. ചർച്ച എടുത്തപ്പോൾ, ചർച്ചയ്ക്ക് അവസരമൊരുങ്ങി എന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് ചർച്ച ആവശ്യമില്ല, ഞങ്ങൾക്ക് അമിത്ഷായുടെ ലെക്ചർ കേൾക്കാനല്ല താല്പര്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചോദിച്ച ചോദ്യങ്ങളുടെ കൃത്യമായ ഉത്തരം, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഉത്തരമാണ് തങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ അത് ഈ അമിത്ഷായുടെ തന്ത്രം അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ തന്ത്രം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതികരണമായിരുന്നില്ലേ? അത് 2 രീതിയിലും കാണാം. അത് അമിത്ഷായുടെ തന്ത്രമാണ്, ഭരണപക്ഷം ഒരുക്കിയ തന്ത്രമാണ്. അയോധ്യ ചർച്ചയിൽ നിന്നും യാതൊരു രീതിയിലും ഗവൺമെന്റിന് പിടികൊടുക്കാനാവാതെ മുന്നോട്ട് പോകണമെങ്കിൽ അമിത്ഷാ വിഷയത്തിൽ ഉടക്കി പരമാവധി ദിവസം പാർലമെന്റ് സമ്മേളനം നഷ്ടപ്പെട്ടാലും സാരമില്ല, അയോധ്യയിലെ സംഭാവന കൊള്ള ഒരു കാരണവശാലും പാർലമെന്റിൽ കൊടുമ്പിരി കൊണ്ട ചർച്ചയ്ക്ക് വിഷയീഭവിക്കരുത് എന്നൊരു താല്പര്യം. കാരണം അതാണ് അച്ചുതണ്ട് വിഷയമെന്ന് പറയുന്നത്. കാരണം അതില്ല എങ്കിൽ BJPയുടെ ഒരു തന്ത്രപരമായ ഒരുക്കം അവിടെ സാധ്യമല്ല. ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പ് വരുന്നു, അതുമാത്രമല്ല ഗോവയിൽ FCRI നിയമം ഭേദഗതി ഇതാണ് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്, JPCക്ക് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. ഗോവയിൽ തിരഞ്ഞെടുപ്പ് വരുന്ന അടുത്ത വർഷം, മണിപ്പൂരിൽ തിരഞ്ഞെടുപ്പ് വരുന്നു, ഉത്തർപ്രദേശിലേത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ നിർണായകമായ BJP ആഗ്രഹിച്ച ചില നിയമനിർമ്മാണങ്ങൾ അവിടെ പെൻഡിങ്ങായി നിൽക്കുകയാണ്. അനുകൂലമല്ല രാഷ്ട്രീയ അവസരം, അന്തരീക്ഷം പാർലമെന്റ് സമ്മേളനം തുടങ്ങി 20-ാം തീയതിയിൽ നിന്നും ഏറെ വിഭിന്നമാണ്. ഓഗസ്റ്റ് മാസം മധ്യത്തിലെത്തി നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിന് മേൽക്കൈ കിട്ടിയെന്നാണോ താങ്കൾ പറയുന്നത്? പ്രതിപക്ഷത്തിന് തീർച്ചയായും അതിനകത്ത് മേൽക്കൈ കിട്ടി. പ്രതിപക്ഷം ചില പഞ്ചുകൾ ഏൽപ്പിച്ചു, അത് ഭരണപക്ഷത്തിന് ലേശം വേദനിക്കുന്ന പഞ്ചുകളാണ്. പക്ഷേ അവസാന നിമിഷം അതിൽ നിന്നും കുതറി മാറുന്ന ഭരണപക്ഷത്തെ കണ്ടു. ഒരു തന്ത്രപരമായ നീക്കമാണ്.
പ്രതിപക്ഷം സഹകരിക്കാൻ തയ്യാറല്ല എങ്കിൽ ഇന്നത്തെ ദിവസം പാർലമെൻറ്റ് മീറ്റിങ്ങിൽ എല്ലാവരും വരുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രധാനപ്പെട്ട എല്ലാ മന്ത്രിമാരും ഹാജരുണ്ടായിരുന്നു. വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചതിന് ശേഷം പിന്മാറി എന്ന് പറയുമ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നല്ലോ. അപ്പോൾ പ്രതിപക്ഷം ഇത്രയും ദിവസം ഉന്നയിച്ച ഓടി ഒളിക്കുന്നു എന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിന് നേരെ ആ അമ്പ് തിരിച്ചു വെച്ചു. അതുകൊണ്ട് അവിടെ അവസാന ദിവസം സമനിലയിൽ പിരിഞ്ഞു എന്ന് പറയാം. പക്ഷേ ഈ 17 ദിവസങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മന്ത്രിയുടെ രാജി വാങ്ങിയെടുക്കാൻ കഴിഞ്ഞു. പ്രതിപക്ഷത്തിനും എടുക്കല്ല, അത് CJPയുടെ എടുക്കാണ്. പക്ഷേ പ്രതിപക്ഷം അതിൻ്റെതായ ക്രെഡിറ്റ് എടുക്കുകയും ചെയ്തു. 2, ഈ നിർണായകമായ ചില ബില്ലുകൾ വരുന്നതിനെ അല്പമെങ്കിലും തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു. പൊതുജനാഭിപ്രായം കാര്യമായി അനുകൂലമല്ല. മറ്റ് ആടി നിന്ന കക്ഷികൾ, DMK ഉൾപ്പെടെയുള്ള കക്ഷികൾ ആടി നിന്നവരാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമൊന്നുമല്ലെങ്കിലും ഇപ്പോൾ പിന്തുണയില്ല, ഭാവിയിൽ ആലോചിക്കാം എന്ന രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് മിഷൻ 360 മണ്ഡല പുനർനിർണയം, അതുപോലെ തന്നെ വനിതാ സംവരണം, ഈ രണ്ട് നിയമമാക്കുവാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴും ഭരണപക്ഷത്തിനുണ്ട്. പക്ഷേ DMK അവസാനം ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു എന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. KC വേണുഗോപാൽ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അവരവിടെ പോയെങ്കിലും അവർ തിരിച്ചു പോന്നു എന്നാണ് KC ഇന്നത്തെ അദ്ദേഹത്തിന്റെ അവർ തിരികെ പോന്നു എന്നാണ് പറഞ്ഞത്. DMK അങ്ങനെ ആടി നിൽക്കുകയൊന്നുമല്ല. DMK NDA പക്ഷത്തേക്ക് പോവുകയില്ല എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി. അതുമാത്രമല്ല FCR ബില്ലിന്റെ കാര്യത്തിൽ DMK ഭരണപക്ഷത്തിന് അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചത്. ഇതും ഇന്ത്യ സഖ്യത്തിന്റെ ഒരു വാദമാണ്. ശ്രീ MS വേണുഗോപാൽ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അവസാനം ചർച്ചയാവാമെന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രതിപക്ഷം ആ തന്ത്രത്തിൽ വീണില്ല എന്നാണല്ലോ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അമിത്ഷായും നരേന്ദ്രമോദിയും പലപ്പോഴും എടുത്തിട്ടുള്ള തന്ത്രമെന്ന് പറയുന്നത് ചാണക്യതന്ത്രമാണ്. ഇത്തവണ അവരെടുത്ത ഒരു തത്വമാണ്, അത് ബുദ്ധൻ്റെ തത്വമാണ്. അതായത് ബുദ്ധനോട് ചോദിച്ചു, താങ്കളോട് എന്നോട് അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അതിന് തർക്കുത്തരം പറയുന്നവർ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാത്തവർ വന്നാൽ എന്ത് ചെയ്യണം? നിങ്ങൾ മൗനം പാലിക്കണം. നിങ്ങൾ മൗനം പാലിച്ചിട്ടും, ഞാൻ മൗനം പാലിച്ചു, അപ്പം മൗനം പാലിച്ചിട്ടും അവർ വീണ്ടും ബഹളം വെച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യണം? നിങ്ങൾ തിരിഞ്ഞ് നടക്കണം. ഇതാണ് ഇത്തവണത്തെ സെഷനിൽ ഉണ്ടായത്. അതായത് 18ാം പാർലമെൻറ്റിൻ്റെ 8 സെഷൻ നടന്നു ഇതുവരെ. 2024 3, 25 3, ഇപ്പോൾ 2 സെഷൻ. ഇതിൽ ഒരൊറ്റ സെഷൻ മാത്രമാണ് പ്രതിപക്ഷം മര്യാദയ്ക്കിരുന്നത്. അതെന്നറിയാമോ? ഓത്ത് ടേക്കിംഗ് സെറിമണി. ആ ഓത്ത് ടേക്കിംഗ് സെറിമണി കഴിഞ്ഞ് പിന്നെ നടന്നിട്ടുള്ള എല്ലാ പാർലമെൻറ്റ് സെഷനും ഒരു വിഷയം അല്ലെങ്കിൽ മറ്റൊരു വിഷയം പറഞ്ഞ് അലങ്കോലമാക്കും. ഒന്നുകിൽ പഹൽഗാം എടുത്തിടും, അവിടെ നടന്ന സംഭവത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വീഴ്ചയാണ്, കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ഡിസ്കഷൻ ഇല്ല. പിന്നെ തർക്കുത്തരവും ചർച്ച, പിന്നെ വാക്കൗട്ടും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ വന്നു. അപ്പോഴും പാകിസ്ഥാൻകാർ എത്ര പേര് മരിച്ചു എന്നല്ല, ഇന്ത്യക്കാർ എത്ര പേര് മരിച്ചു എന്നാണ്. രണ്ടും ചോദിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അവർക്ക് പാകിസ്ഥാൻകാർ മരിച്ചോ, പാകിസ്ഥാനിൽ എത്ര വിമാനം തകർന്നു എന്ന് പറയേണ്ട, ഇന്ത്യക്കാരന് എത്ര മരിച്ചു, ഇന്ത്യയുടെ എത്ര വിമാനം തകർന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ്. ഈ മാത്രമാണ് ഈ പ്രശ്നം. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് എന്താ? നമ്മുടെ നരേൻ്റെ പുസ്തകം എടുത്തുകൊണ്ട് വന്നു. ആ പുസ്തകത്തിൽ ചൈന ആക്രമിച്ചു, ചൈന കീഴടക്കി, നമ്മുടെ ഏരിയ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന വിധത്തിലേക്ക് വരെ ചർച്ച കൊണ്ടുവന്നു. അതും ബഡ്ജറ്റ് സെഷൻ നടക്കുമ്പോഴാണെന്ന് ഓർക്കണം. ബഡ്ജറ്റുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത വിഷയങ്ങളാണ് രാഹുൽ ഗാന്ധി എല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് ഇപ്പോഴും ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ കുട്ടികളുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് വന്നു ആദ്യം. അല്ല, പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ അതിൽ ഡിസ്കഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ നടയിൽ പോയി ബാൻഡ് ഏരിയയിൽ, റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ പോയി നുഴഞ്ഞു കയറി അവിടെ പിന്നെ നിൽക്കേണ്ട അവസ്ഥ MP മാർക്കുണ്ടായി. അതിൽ നിന്നും അവരെ JP നദ്ദ അടക്കം പോയി തിരിച്ചു വിളിക്കാൻ നോക്കി. അപ്പോൾ പറയുന്നത് എൻ്റെ പ്ലാൻ മാറി, എനിക്കിപ്പോൾ ഡിസ്കഷൻ വേണ്ട, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ മതി. കാരണം പിള്ളേർ പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്തു? അവരെ വിളിച്ച് നിങ്ങളെ അങ്ങ് തഴഞ്ഞു, ഇവരെ തഴഞ്ഞു, പ്രതിപക്ഷത്തിനെ തഴഞ്ഞു. എന്നിട്ട് പിള്ളേരെ വിളിച്ച് ഡിസ്കഷൻ നടത്തി കാര്യം സോൾവ് ചെയ്തു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വേറെ ഒരു വഴിയില്ല. പിന്നെ അമിത്ഷായുടെ രാജിയെ പറയാൻ പറ്റുള്ളൂ. അമിത്ഷായോട് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. അതായത് നിങ്ങൾ പാർലമെൻറ്റിൽ വരിക, 2 കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. പെറ്റൽ പിന്നെ ഇത് എന്താ പിന്നെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത്, നീറ്റ് പരീക്ഷയെക്കുറിച്ചുമാണ്. ആ നീറ്റ് പരീക്ഷയെക്കുറിച്ചുണ്ട്. അതിൽ കഴിഞ്ഞല്ലോ, ആ പ്രശ്നം തീർന്നല്ലോ. പിന്നെ പറയുന്നത് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് താങ്കളുടെ ഉത്തരവ് പ്രകാരമാണോ അല്ലയോ, അത് മാത്രം അറിഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. അല്ലെങ്കിൽ താങ്കൾ ആരാണ് ഉത്തരവ് കൊടുത്തത്, ഈ 2 കാര്യങ്ങളെ പറയാവൂ, വേറൊന്നും പറയാൻ പാടില്ല. അതായത്
പാർലമെൻറ്റിനകത്ത് ഒരു ഡിസ്കഷനും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരൊറ്റ 8 പാർലമെൻറ്റ് സെഷൻ നടന്നതിൽ ഒരൊറ്റ സെഷൻ ഓത്ത് ടേക്കിംഗ് സെറിമണി മാത്രം. അവിടെ നാടകമായിട്ടാണ് വന്നത്. ഭരണഘടനയുടെ ഒരു കൊച്ചു പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് ഷോ കാണിച്ച് പബ്ലിസിറ്റി ക്രൈസിലാണ് അദ്ദേഹം. അല്ല, അമിത്ഷാ വിട്ടു നിന്ന് എന്തുകൊണ്ടാണ് ഞാനതാ പറഞ്ഞേ? അമിത്ഷാ വിട്ടു നിന്നുകൊണ്ട് അമിത്ഷാ വിട്ടു നിന്നതിൽ ഒറ്റ കാര്യമാണ് പറഞ്ഞേ, കിരൺ റിജിജു സംസാരിക്കാത്ത പ്രതിപക്ഷ നേതാക്കളില്ല. അതായത് രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചു, അദ്ദേഹം പറഞ്ഞു, കിരൺ റിജിജു പറഞ്ഞു, ഞാൻ രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചു, പ്രിയങ്ക ഗാന്ധിയോട് സംസാരിച്ചു, മല്ലികാർജ്ജുന ഖാർഗെയോട് സംസാരിച്ചു, കെ.സി. വേണുഗോപാലിനോട് സംസാരിച്ചു. ഇനി സംസാരിക്കാൻ പ്രതിപക്ഷത്തെ ആരും ബാക്കിയില്ല. എല്ലാ ടോപ്പ് ലീഡേഴ്സുമായിട്ട് സംസാരിച്ചു. ഒറ്റ കാര്യമാണ് പറഞ്ഞത്, അമിത്ഷാ വരും, അദ്ദേഹം പറയുമ്പോൾ നിങ്ങൾ ഒന്ന് സൈലൻ്റ് ആയിരിക്കണം. ഇല്ല, അതില്ല. ഇന്ന് പവൻ ഖേര പറഞ്ഞെന്തറിയാമോ? അമിത്ഷാ വരുന്നെങ്കിൽ വന്നോട്ടെ, ഒറ്റ കണ്ടീഷൻ, രാജിക്കത്തുമായിട്ട് വന്നാൽ മതി അദ്ദേഹം. പവൻ ഖേര പറഞ്ഞതാണ്. ഇത് തന്നെയാണ് ഇവരുടെ മുഴുവൻ മുദ്രാവാക്യം. അങ്ങനെ ഒരു ഇത് നമ്മുടെ ഈ SFI പിള്ളേർ സ്കൂളിലും കോളേജിലും നടത്തുന്ന സമരങ്ങൾക്ക് പറയുന്ന പോലെയാണ്. മുഖ്യ അധ്യാപകൻ അല്ലെങ്കിൽ അവരുടെ ക്ലാസ് ടീച്ചർ രാജിവെക്കണം, അല്ലെങ്കിൽ ഇവിടുന്ന് മാറിപ്പോകണം, അല്ലെങ്കിൽ അവരുടെ കസേര ഞങ്ങൾ വെളിയിലെടുത്തിട്ട് കത്തിക്കും. ഈ തരത്തിലേക്ക് ഇന്ത്യൻ പാർലമെൻറ്റിനെ കൊണ്ട് എത്തിച്ചാൽ അതിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിക്കണം. ഇത് ഇന്ത്യൻ പാർലമെൻറ്റ് മാത്രമല്ല, അതായത് കുറേ നാളായിട്ട് നടന്നു വരുന്നൊരു കീഴ്വഴക്കമാണ്. ആദ്യം നമ്മുടെ ഇലക്ഷനെ പിടിച്ചു, വോട്ട് പെട്ടി ഇലക്ഷൻ, അത് കൊണ്ടുവന്നത് ആരാണ്? കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് തന്നെ പറയുകയാണ് ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ കുഴപ്പമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കാത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ? വോട്ട് ചോരിയായി. ശരി, താങ്കൾ പറയുന്നത് ഇവിടെ പ്രതിപക്ഷമാണ് ഈ ചർച്ച അലങ്കോലപ്പെടുത്തിയത്, അല്ലെങ്കിൽ ചർച്ചയിലേക്ക് വരാതിരിക്കാൻ 2 കാരണമുണ്ട്. അതുകൊണ്ട് ഒളിച്ചോടിയത് പ്രതിപക്ഷമാണ് എന്നുള്ള ഒളിച്ചോടിയത് പ്രതിപക്ഷമാണ്. ഒളിച്ചോടിയത് പ്രതിപക്ഷമാണ്. അത് ഭംഗിയായി മുതലെടുക്കാൻ ഭരണകക്ഷിക്കും കഴിയും. സിബി, താങ്കളുടെ നിലപാട് എങ്ങനെയാണ് ഈ വിഷയത്തിൽ? താങ്കൾ യോജിക്കുന്നുണ്ടോ? എനിക്ക് ശ്രീ MS വേണുഗോപാല് പറയുന്നതിനോട് ഭാഗികമായി യോജിച്ചുകൊണ്ട് മാത്രമേ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. BJPയുടെ ഒരു അടവ് നയമാണ്. അതായത് നമ്മുടെ ശക്തനായ എതിരാളികൾ നേർക്കുനേരെ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു 19ാമത്തെ അടവുണ്ടല്ലോ, ഓടി രക്ഷപ്പെടുക എന്നുള്ളത്. അതാണ് ഇവിടെ BJP എന്ന ഭരണപക്ഷം എടുത്തിരിക്കുന്നത്. അതായത് വിദ്യാർത്ഥി സമരത്തിനെതിരെ എന്തുകൊണ്ട് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു, എന്തുകൊണ്ട് ആണി തറച്ച ലാത്തികൾ ഉപയോഗിച്ചു തുടങ്ങിയ വിഷയങ്ങളിൽ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന പാർലമെന്റിൽ നടത്തണം എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇത് കാര്യമൊന്നുമല്ല. ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ സർക്കാർ നേരിട്ടു, അതിനകത്ത് അവസാനം ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരെ വളരെ ശക്തമായ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച എന്തുകൊണ്ടാണെന്നുള്ള വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന ഇറക്കണം എന്ന് പറയുന്നത് അത്ര ഭീകരമായ സംഭവമൊന്നുമല്ല. പക്ഷെ അതിന്റെ പേരിൽ ഒരു ആഭ്യന്തരമന്ത്രി, അതും അമിത്ഷായെ പോലെ കരുത്തനായ ഒരു ആഭ്യന്തരമന്ത്രി, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭയം ഉണ്ടാക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി 18 ദിവസം ഒളിവിൽ പോവുക എന്നൊക്കെ പറയുന്നത് വളരെ കഷ്ടമാണ്. സത്യത്തിൽ BJPക്ക് മൊത്തത്തിൽ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവരുടെ നേതാക്കന്മാർക്കൊക്കെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്രപ്രവർത്തകരെ കാണാതെ ഒരു 12 വർഷമായിട്ട് ഒളിച്ചു നടക്കുന്നുണ്ട്. അപ്പൊ അതുകൂടാതെ ഇപ്പോ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ കയറാൻ പറ്റാതെ ഭയന്ന് നടക്കുന്ന മറ്റൊരു കുറെ കാലം കൂടെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ശരിക്കും BJPക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു എന്തോ നല്ല കഷ്ടകാലമാണ് എന്ന് തോന്നുന്നു. കാരണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള നിസ്സാരപ്പെട്ട ഒരു ആവശ്യത്തിന്റെ പുറത്ത് ഈ ഒരു ആഭ്യന്തരമന്ത്രിക്ക് പാർലമെന്റിൽ കയറാതെ മുങ്ങി നടക്കുക എന്ന് പറയുന്നത് എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കേ. പക്ഷെ അവസാനം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത് പ്രതിപക്ഷം ട്രാക്ക് മാറ്റുകയായിരുന്നു എന്നാണ് BJPയുടെ ആരോപണം. 24 മണിക്കൂർ ചർച്ചയാകാം എന്ന് പറഞ്ഞിരുന്നു. അത് ഏത് ചോദ്യവും ചോദിക്കട്ടെ, അതിന് മറുപടി നൽകാം എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. വെറും പ്രസ്താവനയല്ല, ചോദ്യങ്ങൾ നിങ്ങൾ സംസാരിക്കും, ഞാനതിന് മറുപടി പറയാമെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. പക്ഷെ അത് ചട്ടമുണ്ട്, അത് സ്പീക്കർക്ക് നിങ്ങൾ എഴുതി തരണം, അപ്പോൾ സ്പീക്കറുടെ അനുമതിയോടുകൂടി ഇങ്ങനെ ചർച്ചയാവാം എന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. അതാണല്ലോ അദ്ദേഹം ഇന്ന് എത്തിയത്. ഞാൻ ചോദിച്ചത് പ്രതിപക്ഷത്തിന്റെ വളരെ ലളിതമായ ഒരു ആവശ്യമല്ലേ? പ്രതിപക്ഷം ഒരു ദിവസം സഭ ബാക്കിയെല്ലാം നിർത്തി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടില്ലല്ലോ. അവര് പറഞ്ഞു ഈ സംഭവത്തിൽ അമിത്ഷാ ഒരു പ്രസ്താവന ഇറക്കണം. ഈ പ്രസ്താവന ഇറക്കുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടി പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരോട് ഈ ചർച്ച നടത്തിയെന്നാണ് ശ്രീ MS വേണുഗോപാൽ പറയുന്നത്. അങ്ങനെയാണ് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ഒരു ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തുന്നു ഒഴിവാക്കാൻ വേണ്ടി എന്തിനാണ് ഈ ഗവൺമെന്റിന്റെ ഒരു മന്ത്രി ചുറ്റിയുടെ ഇത്രയും ചർച്ച നടത്തുന്നത്? എന്തിനാണ് ഇവർ ഇത്രയും ഭയക്കുന്നത്? എന്തൊരു നാണക്കേടാണിത്? BJPക്ക് ഇത് എന്താണ് സംഭവിക്കുന്നത്? ഒരു ഇത്രയും കരുത്തനായ ആഭ്യന്തരമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അമിത്ഷാ, മറ്റൊരു ഇരട്ടച്ചങ്കെന്നൊക്കെ നമുക്ക് പറയാവുന്ന അമിത്ഷാ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ, അത് ശുഷ്കമായ പ്രതിപക്ഷത്തിന്റെ മുമ്പിൽ ഭയന്ന് ഒളിച്ചോടുക. 1-2 ദിവസമല്ല, 3-4 ദിവസമല്ല, 10-17 ദിവസം
ഇതിനെ എന്ത് പറഞ്ഞിട്ടാണ് BJP-കാർ ന്യായീകരിക്കുക? എന്തൊരു നാണക്കേടാണിത്! ഇത്രയും ലജ്ജാകരമായ ഒരു സംഭവം ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യം കേട്ട് ആഭ്യന്തരമന്ത്രി മുങ്ങി നടക്കുക. ഇത് വല്ലാത്ത നാണം കെട്ട ഒരു സംഭവമായി പോയി. MS വേണുഗോപാലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിന് പ്രതിപക്ഷ നേതാവ് രാജിവെക്കണം. കാരണം 17 ദിവസം ആഭ്യന്തരമന്ത്രിയെ പാർലമെന്റിൽ കയറ്റാത്തതിന് ഉത്തരവാദി പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം എന്നൊരു പ്രസ്താവന കൂടി അദ്ദേഹത്തിന് നടത്താമായിരുന്നു. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് രാജിവെക്കേണ്ടതാണ്. കാരണം എന്നറിയാമോ, ഈ 8 പാർലമെന്ററി സെഷൻ നടന്നതിൽ 45% അറ്റൻഡൻസേ ഉള്ളൂ. കൂകി വിളിച്ച ഒറ്റ ഈ സെഷനിൽ 90-ലധികം അറ്റൻഡൻസ് അദ്ദേഹത്തിനുണ്ട്. അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ എത്രത്തോളം ഈ രാജ്യത്തോടും പാർലമെന്റിനോടും ഡിസ്കഷനോടും അദ്ദേഹത്തിന് എത്രത്തോളം പ്രതിബദ്ധത ഉണ്ടെന്ന് അവിടെ വ്യക്തമായി. അപ്പൊ അദ്ദേഹം രാജിവെക്കേണ്ടതാണ് തീർച്ചയായിട്ടും. ഇപ്പൊ മാത്രമാണ് അദ്ദേഹം കസേരയിൽ നേരെ ഇരുന്നത്. ബാക്കി 7 സെഷനിലും അദ്ദേഹം അറ്റൻഡൻസ് പകുതി പോലും ഇല്ലാത്ത ആളായിരുന്നു. BJP പ്രതിനിധീകരിച്ച് ശ്രീ S. ഡിന്നി, കേണൽ S. ഡിന്നി കൂടി ചേരുകയാണ്. ശ്രീ S. ഡിന്നി, ഇക്കാര്യത്തിൽ ഇപ്പോൾ ശ്രീ സിബി സത്യൻ ഇവിടെ പറഞ്ഞ കാര്യം ഇത് BJP-ക്ക് നാണക്കേടാണ്. അമിത്ഷാ 17 ദിവസമാണ് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത്. അതും ഒരു പ്രസ്താവനയുടെ പേരിൽ. ഒരു പ്രസ്താവന മാത്രമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ശരി, ഡിന്നി അതിനുള്ള മറുപടി. ശ്രീ മഞ്ജുഷ്, ഫസ്റ്റ്ലി ഞാനൊരു 2 മിനിറ്റ് താമസിച്ചു പോയി, വേറൊരു പരിപാടിയിലായിരുന്നു, അതിന് ക്ഷമ ചോദിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ഇതിന്റെ ഈ ഒളിച്ചോടി, പേടിച്ചു പോയി, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ശ്രീ മഞ്ജുഷ്, ഇതൊക്കെ സ്കൂൾ ഡിബേറ്റ്സിലൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പേടിച്ചോടി, ഇതൊക്കെ നമ്മളൊക്കെ മെച്യൂർ ആയിട്ടുള്ള ആളുകളും മെച്യൂർ ആയിട്ടുള്ള പാർലമെന്റേഴ്സ് സംസാരിക്കേണ്ട ഭാഷയല്ല ഈ ഒളിച്ചോടി, പേടിച്ചു പോയി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നത് വളരെ ബാലിശമായിട്ടുള്ള ഇമ്മച്യൂർ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിനകത്ത് കാണുന്നത് ഈ ഒരു സെഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ആയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ അതിന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിക്കാണ്. അതിലൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ശ്രീ രാഹുൽ ഗാന്ധി അല്ല പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് തന്നെ വേറെ ഏതെങ്കിലും ഒരു നേതാവായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ മെച്യൂർ ആയിട്ട് ഒരു നല്ല രീതിയിൽ പെരുമാറുമായിരുന്നു. ഇൻക്ലൂഡിങ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ആയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി മെച്യൂരിറ്റി കാണിച്ചാണ്. ഒന്നത്. രണ്ടാമത്, എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് പെരുമാറേണ്ടത് എന്ന് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഞാൻ BJP-യിൽ നിന്ന് കണ്ടുപിടിക്കണം ഞാൻ പറയുന്നില്ല, കോൺഗ്രസിന് തന്നെ കേരളത്തിൽ തന്നെ ശ്രീ VD സതീശൻ എങ്ങനായിരുന്നോ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന് പല ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഞങ്ങൾക്കുണ്ട്, പല രീതിയിലുള്ള ഞങ്ങൾക്ക് പ്രതിഷേധവും മറ്റു കാര്യങ്ങളുണ്ട്. എന്നാലും ഒരു BJP വക്താവ് എന്നുള്ള നിലയിൽ പോലും ഞാൻ പറയുകയാണ്, ശ്രീ രാഹുൽ ഗാന്ധി പഠിക്കണമെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ ശ്രീ VD സതീശനെ കണ്ടുവേണമെങ്കിൽ അദ്ദേഹം പഠിക്കണം. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അഡ്വൈസ് കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്ത് സ്ട്രാറ്റജി ആണെന്നും തന്ത്രപരമായ വീഴ്ച എന്താണ് ഡിന്നി? ഞാൻ പറഞ്ഞുതരാം എക്സാക്ട്ലി ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ശ്രീ മഞ്ജുഷ്, ജൂൺ 6 തീയതിയാണ് CJP പ്രൊട്ടസ്റ്റ് തുടങ്ങുന്നത്. 20 ജൂലൈ ആണ് പാർലമെന്റ് സെഷൻ തുടങ്ങുന്നത്. ആ 20 ജൂലൈ വരെ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇല്ലായിരുന്നു, 10-25 ദിവസം പുറത്തായിരുന്നു. എവിടാണെന്ന് കോൺഗ്രസ്സുകാർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അതൊന്നും നമ്മുടെ വിഷയമല്ല. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിസിറ്റ് ആവാം. ഓൾദോ അത് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആണെന്ന് നമ്മൾ മറക്കരുത്. എന്നാലും അത് ഞാൻ വിട്ടിരിക്കുകയാണ്. അതിനകത്ത് എങ്ങോട്ട് പോയി എന്നൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അദ്ദേഹം എങ്ങുമില്ലായിരുന്നു. 20 ജൂലൈയിലേക്ക് CJP എന്ന് പറയുന്ന ആ കൂട്ടർ അവർ പാർലമെന്റിൽ മാർച്ച് നടത്തുന്നു, വലിയ രീതിയിൽ സംഘർഷം നടക്കുന്നു, അവിടെ ധാരാളം വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റുന്നു, ധാരാളം പോലീസുകാർക്ക് പരിക്ക് പറ്റുന്നു. ജൂലൈ 21 ശ്രീ ഖാർഗെയുടെ വീട്ടിൽ ഒരു ബർത്ത്ഡേ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ശ്രീ രാഹുൽ ഗാന്ധി അവിടെ വരുന്നു. അവിടുന്ന് നേരെ പ്രൈം മിനിസ്റ്റേഴ്സ് റെസിഡൻസിലേക്ക് പോകുന്നു. അവിടെ വലിയ രീതിയിലുള്ള ഒരു ഘേരാവ് പോലെ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അത് പ്യൂർലി ശ്രീ രാഹുൽ ഗാന്ധിയുടെ ടാക്ടിക്സ് ആണ്. എന്നിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് ജിതേന്ദ്ര സിംഗ് മിനിസ്റ്ററിനെ അയച്ചു. അവിടെ ചെന്ന് ശ്രീ രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിച്ചു, എന്താണ് നിങ്ങളുടെ ആവശ്യം? അപ്പൊ ശ്രീ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞങ്ങൾക്ക് പാർലമെന്റിൽ നീറ്റ് ഇഷ്യൂവും ഭാരതത്തിന്റെ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം. അവിടെ നിന്ന് തന്നെ ശ്രീ ജിതേന്ദ്ര സിംഗും ഹോം സെക്രട്ടറിയും ഫോൺ ചെയ്ത് സംസാരിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പറഞ്ഞു, ഓക്കെ, എഗ്രീഡ്, നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ കേൾക്കാം, നമുക്ക് പാർലമെന്റിൽ ഇതിനകത്ത് ചർച്ച ചെയ്യാം. ഉടനെ എടുത്ത വായിൽ ശ്രീ രാഹുൽ ഗാന്ധി പറയാണ്, ഇല്ല, ഇപ്പൊ എന്റെ ഇത് മാറി, ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടുള്ള ധർമ്മേന്ദ്ര പ്രധാന്റെ റെസിഗ്നേഷൻ ആണ്. അപ്പൊ ശ്രീ ജിതേന്ദ്ര ചോദിക്കുകയാണ്, നിങ്ങളല്ലേ എന്റെ അടുത്ത് ഈ ഒരു നിമിഷം മുമ്പ് പറഞ്ഞത് ഇതാണെന്ന് ആവശ്യമെന്ന്? അതല്ല, അബ് മേരി മർസി, അതായത് എന്റെ ഇഷ്ടമാണെന്ന്. ആ രീതിയിലുള്ള പക്വതയാണ് ശ്രീ രാഹുൽ ഗാന്ധി. അത് എന്തിട്ട് പറ്റി? അപ്പൊ ശ്രീ ജിതേന്ദ്ര പറഞ്ഞു, നിങ്ങൾ ഈ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് മാറി അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്, കാരണം ഇത് നല്ലൊരു സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഇഷ്യൂസ് ആണ്. അതും പറഞ്ഞു, മേരി മർസി, ഞാൻ ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന്. അപ്പൊ എന്ത് പറ്റി? പോലീസുകാരൊക്കെ വന്ന് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നതും അദ്ദേഹത്തിന് അടുത്ത ദിവസത്തെ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി. ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നതെന്ന് ഓർക്കണം. പിന്നീട് എന്തായിരുന്നു അവരുടെ ഡിമാൻഡ്?
പിന്നീട് അവരുടെ ഡിമാൻഡ് ഞാൻ മോദി ഉത്തരവാദിത്തം അമിത്ഷാ ഉത്തരം പറയണം. അമിത്ഷാ ഉത്തരം പറയുന്നതിന്റെ എന്താണ് അദ്ദേഹം അവരുടെ ഒരു രീതി നോക്കുക എങ്ങനെയാണ്. അദ്ദേഹം അവിടെ സ്പീച്ച് തുടങ്ങിയത് എങ്ങനെയാണ്, എല്ലാം ഇഡിയറ്റ്സ് എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം സ്പീച്ച്. ഈ ഒരു ഭാഷ നമ്മൾ നേരത്തെ ഏതെങ്കിലും ഒരു പാർലമെന്റ് സെഷനിൽ ഇങ്ങനത്തെ ഒരു ഭാഷ കേട്ടിട്ടുണ്ടോ, ഇഡിയറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത്? അദ്ദേഹം നേരിട്ട് ശ്രീ മോദി അമിത്ഷാ പറയുന്നത് എന്താണെന്നൊന്നും കേൾക്കാൻ ആഗ്രഹമില്ല. റെസിഗ്നേഷൻ ചെയ്യണം. എന്താണ്, ആരാണ് പെല്ലറ്റ് ഗൺസ് ഉപയോഗിച്ചത്? അത് അമിത്ഷാ ആണെങ്കിൽ അമിത്ഷാ റെസിഗ്നേഷൻ ചെയ്യണം. അമിത്ഷാ അല്ലെങ്കിൽ എന്നാലും അമിത്ഷാ ചെയ്യണം, കാരണം അമിത്ഷാ അറിഞ്ഞില്ല എന്നുള്ള നിലയിൽ. അതായത് ഒരു കാരണവശാലും കേൾക്കാൻ എന്താണെന്നല്ല, നേരെ അമിത്ഷാ രാജിവെക്കണം, മോദി മാപ്പ് പറയണം. ഇതായിരുന്നു അവരുടെ ഡിമാൻഡ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിരൺ റിജിജു അദ്ദേഹം നേരിട്ട് പോയി ശ്രീ രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചു. ഓക്കെ ശരി, അമിത്ഷാ ഞങ്ങളുടെ പാർലമെന്റിൽ വരാം, അദ്ദേഹം സംസാരിക്കും, നിങ്ങൾ കേൾക്കൂ. അതായിരുന്നല്ലോ അമിത്ഷാ പാർലമെന്റിൽ വരണമെന്നായിരുന്നല്ലോ പിന്നെ ഒരു 5-6 ദിവസത്തിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അവരുടെ ആവശ്യം. അതിന് റെഡിയായി. ശരി, അമിത്ഷാ പാർലമെന്റിൽ വരാം, നിങ്ങൾ പക്ഷെ അദ്ദേഹത്തിനെ സംസാരിക്കാൻ അനുവദിക്കണം. അതൊരു ഒരു ന്യായമായിട്ടുള്ള ആവശ്യമല്ലേ? കൃത്യം 11 മണിക്കാകുമ്പോൾ പ്ലക്കാർഡും പിടിച്ചിട്ട് അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ ഒന്ന് സംസാരിക്കാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെയും അവർ ഗോൾ പോസ്റ്റ് മാറ്റി. ശ്രീ റിജിജു വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, ശ്രീ അമിത്ഷാ വരും, സംസാരിക്കും, നിങ്ങൾ അതിന് അനുവദിക്കണം. കേട്ടില്ല. ഇനി ശ്രീ അമിത്ഷാ തന്നെ ഇന്നലെ പറഞ്ഞു, ഞാൻ 24 മണിക്കൂർ, അതായത് ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ. അവസാനം അമിത്ഷാ തന്നെ പറഞ്ഞു, ഞാൻ 24, ഇന്നലെ 3 മണി തൊട്ട് ഇന്ന് 3 മണി വരെ നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങളെ ഫുൾ ചർച്ച ചെയ്യാം. അപ്പൊ ശ്രീ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞെന്നറിയോ, എനിക്ക് അദ്ദേഹത്തിന്റെ ലെക്ചർ കേൾക്കാൻ ഞങ്ങൾക്ക് ഇതില്ല എന്ന്. അപ്പൊ ഈ പാർലമെന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് സംവാദം അല്ലാതെ പിന്നെ എന്താണ്, ഗുസ്തിയാണോ നടത്തുന്നുള്ളത്? ഇവർ ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രസ്താവനയാണ് ആവശ്യപ്പെട്ടിരുന്നത്, ചർച്ചയായിരുന്നില്ല. ഒരു പ്രസ്താവനയ്ക്ക് 20 ദിവസമാണ് മഞ്ജുഷ എടുത്തത്. താങ്കൾ എന്തുകൊണ്ട് പെലറ്റ് ഗൺ ഉപയോഗിച്ചു? ഒരൊറ്റ ചോദ്യം മതിയല്ലോ. ക്വസ്റ്റ്യൻ അവറിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടാ പോരെ, എന്തിനാ ഡിസ്കഷൻ? ശ്രീ സിബി, ഒറ്റ ഒരു കാര്യം, ഞാൻ ഇടപെടുന്ന എനിക്കൊരു ശീലമില്ല, അങ്ങ് പറയുമ്പോൾ പറഞ്ഞോളൂ. പക്ഷെ ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഒരു പാർലമെന്റിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. അവിടെ വന്നൊരു സ്റ്റേറ്റ്മെന്റ് അല്ല പറയാനുള്ളത്, അതിനൊരു ഡിസ്കഷൻ ആണ് നടക്കുന്നുള്ളത്. പാർലമെന്റ് ഡിസ്കഷൻ. അതാണ് ഞാൻ ശ്രീ ശശി തരൂരിന്റെ, നിങ്ങളുടെ തന്നെ പാർട്ടിയുടെ ഡോക്ടർ ശശി തരൂർ ഇതിനെ കംപ്ലീറ്റ് വിയോജിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? പ്രതിപക്ഷത്തിന് അവിടെ സംസാരിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർ തന്നെ പ്രക്ഷോഭം നടത്തുകയാണെങ്കിൽ, അതായത് അദ്ദേഹം പറഞ്ഞെന്താ, സടക് കാ കാം സടക് മേ, സൻസദ് കാ കാം സൻസദ് മേ, അതായത് തെരുവിൽ നടത്താനുള്ള കാര്യം തെരുവിലും സഭയിൽ നടത്താനുള്ള കാര്യം സഭയിലും. അതാണോ ചെയ്യുന്നത് ഇവിടെ? അല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, അതായത് എന്താ പറഞ്ഞ, ഓപ്പോസിഷൻ ഷുഡ് ഹാവ് ഇറ്റ്സ് സേ ആൻഡ് ഗവൺമെന്റ് വിൽ ഹാവ് ഇറ്റ്സ് വേ. അതായത് ഗവൺമെന്റിന്റെ കയ്യിൽ വോട്ടുണ്ട്, നമ്പേഴ്സ് ഉണ്ട്, അപ്പം ഗവൺമെന്റ് ആവും. പക്ഷെ സേ എന്ന് പറയുന്നത് ഓപ്പോസിഷന്റെ ആണ്. നിങ്ങൾ ഈ പ്രക്ഷോഭം ചെയ്തുകൊണ്ട്, നിങ്ങൾ ഇങ്ങനത്തെ ഈ മുടക്കിയുണ്ട്, എന്താണ് നടന്നത്? ഒരു കാര്യം അവിടെ റെക്കോർഡിൽ വന്നില്ല, ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല. 11 മണിക്ക് നിങ്ങൾ തുടങ്ങും, സ്പീക്കർ റിക്വസ്റ്റ് ചെയ്യും, ബാക്കിയുള്ളവർ റിക്വസ്റ്റ് ചെയ്യും, 11:03 ആകുമ്പോൾ സഭ മാറ്റിവെക്കും. എന്താ നടന്നത്? എന്തെങ്കിലും നേടിയോ? ഒന്നും നേടിയില്ല. അപ്പം ബില്ല് പാസ്സാക്കാനുള്ള കാര്യങ്ങൾ ബില്ല് പാസ്സാക്കി, FCR ബില്ല് JPC-യിലേക്ക് വിടുന്നത്, അത് JPC-യിൽ വിട്ടു. അപ്പൊ അവസാനം പറഞ്ഞത് വെച്ചാൽ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ രാഹുൽ ഗാന്ധിയുടെ സ്ട്രാറ്റജി ഇത് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? നേരത്തെ എനിക്ക് തോന്നുന്നു ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് ആയിരുന്നു, ഞാൻ വരുന്ന സമയത്ത് ഞാൻ കേട്ടിരുന്നു, ഗവൺമെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സഭ നടന്നിരുന്നെങ്കിൽ രാമക്ഷേത്രം ആയാലും ശരി, FCR ബില്ല് ആയാലും ശരി, ഹോം മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം കേൾക്കാമായിരുന്നു. പക്ഷെ കേൾക്കാൻ താല്പര്യമില്ല എന്ന് സ്വയം പറഞ്ഞു വരുമ്പം ആർക്കാണ് നഷ്ടം വരുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഇത് വേറൊരു ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ അല്ലായിരുന്നു ഹാൻഡിൽ ചെയ്യുന്നത്. ശരി, ശ്രീ മോഹൻ വർഗീസ്, താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? മറ്റൊരാളായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നുവെങ്കിൽ ഈ രീതിയിലായിരുന്നില്ല ഇത് കൈകാര്യം ചെയ്യുന്നത്, ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം നേടിയെടുക്കുമായിരുന്നു എന്ന്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? വളരെ സൗകര്യപ്രദമായ രീതിയിൽ സഭ പിരിയുന്നത് വരെ ഈ വിഷയത്തിൽ ഒന്നും തുറന്നു പറയുവാൻ കേന്ദ്ര സർക്കാരിന് അവസരം കൊടുക്കാൻ ആയില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അതിന്റെ ആവശ്യം വന്നില്ല. മഞ്ജുഷ്, ഇത് ഹൈപ്പോത്തറ്റിക്കലാണ്. ഈ ചോദ്യം വളരെ ഹൈപ്പോത്തറ്റിക്കലാണ്. മറ്റൊരാളായിരുന്നു എങ്കിൽ, രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ കുറച്ചുകൂടി സമചിത്തതയുള്ള ഒരാൾ, വിത്തിൻ കൊട്ടേഷൻ സമചിത്തത കാട്ടുന്ന ഒരാൾ ആയിരുന്നു എങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു. അമിത്ഷായെ സഭയിൽ വരാൻ അനുവദിക്കുമായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുമായിരുന്നു. They would all have heard from the horse's mouth. ഇതാണ് സജഷൻ. എൻ്റെ അഭിപ്രായം, എൻ്റെ ചിന്ത അങ്ങനെയല്ല. പ്രതിപക്ഷം, ഇന്ത്യയിലെ പ്രതിപക്ഷം, ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ഇക്കോസിസ്റ്റമുണ്ട്, പൊളിറ്റിക്കൽ ഇക്കോസിസ്റ്റമുണ്ട്. അവിടെ പ്രതിപക്ഷം എല്ലാ അവസരങ്ങളും ഉപയോഗിക്കും. സഭ സ്തംഭിപ്പിക്കാനുള്ള അവസരം ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന BJP-യും ആവോളം പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. BJP-യുടെ നേതാവായ ശ്രീ അന്നത്തെ ഇപ്പം മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലിയാണ് ഒരിക്കൽ പറഞ്ഞത്, സഭ സ്തംഭിപ്പിക്കുക എന്നതും
പാർലമെന്ററി ജനാധിപത്യത്തിലെ ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷെ ആ സ്ട്രാറ്റജി എപ്പോഴാണ് ബാക്ക് ഫയർ ചെയ്യുന്നത്? ചില നിർണായക സമയത്ത് പ്രതിപക്ഷം ഈ മുട്ടാത്തർക്കങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ട് മാത്രം ചർച്ച നടക്കാതെ പോയാൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാർലമെന്ററി റെക്കോർഡുകളിൽ ചില കാര്യങ്ങളെങ്കിലും രേഖപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് കൂടി പ്രയോജനം വരാവുന്ന ചില കാര്യങ്ങൾ, ചില അഡ്മിഷൻസ്, ചില കാര്യങ്ങൾ, ചില വെളിപ്പെടുത്തലുകൾ എല്ലാം തന്നെ രേഖകളിൽ ഇടം പിടിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് തെരുവ് തന്നെയായിട്ടാണ് പറഞ്ഞത്. പ്രതിപക്ഷം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പൊളിറ്റിക്കൽ പോയിന്റുകൾ സ്കോർ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്, ഉത്തർപ്രദേശിലും മറ്റു ചില സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. അത് മാത്രമല്ല BJPക്കുള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അധികാര തർക്കം ഉണ്ടാകണമെങ്കിൽ ആത്മവിശ്വാസക്കുറവുണ്ടാകണം. ആദ്യമായിട്ട് കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ചെറുതായി BJPയോ കേന്ദ്ര നേതൃത്വമോ ഒന്ന് കണ്ണു ചുമ്മുന്നത്. ഇതുവരെ വന്ന സകല പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ എല്ലാം തന്നെ ഒന്നുകിൽ അവഗണിച്ചു, അല്ലെങ്കിൽ ചെറിയ നീക്കുപോക്കുകൾ ചെയ്തുകൊണ്ട് കർഷക സമരം സന്ധിയായതുപോലെ ചെറിയ നീക്കുപോക്കുകളിൽ അത് അവസാനിപ്പിച്ചു. പക്ഷേ അപ്രതീക്ഷിതമായിരുന്നു. ജൂൺ മാസം തുടങ്ങിയ ആ ഒരു BJPയുടെ പ്രക്ഷോഭം പാർലമെന്റ് തുടങ്ങുന്ന ജൂലൈ 20-ാം തീയതി ഒരു നാടകീയമായ വഴിത്തിരിവിലെത്തുകയാണ്. ആരും പ്രതീക്ഷിച്ചതല്ല, ഞാനും പ്രതീക്ഷിച്ചില്ല, ഈ പാനലിലെ ആരും പ്രതീക്ഷിച്ച് കാണില്ല CJP സമരം അങ്ങനെ ഒരു ടേൺ എടുക്കുമെന്നും അത് തെരുവിൽ നിന്നും പാർലമെന്റിലേക്ക് പ്രതിപക്ഷം കൊണ്ടുവരും, അതിനുള്ള സാഹചര്യം ഒരുങ്ങുമെന്നും ഒന്നും ചിന്തിച്ചില്ല. ആ സമയത്ത് ശ്രീ മഞ്ജുഷ് ഒന്ന് ഓർത്ത് നോക്കൂ, ഭാരതീയ ജനതാ പാർട്ടി വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ്, NDA സഖ്യം വലിയ കോൺഫിഡൻസിലാണ് സമ്മേളനം തുടങ്ങിയത്. 18-ാം ലോക്സഭയുടെ 8-ാം സമ്മേളനം തുടങ്ങിയത് മിഷൻ 360 മനസ്സിൽ വെച്ചുകൊണ്ടാണ്. അപ്പം അവിടെ രാഷ്ട്രീയ കാലാവസ്ഥ പൂർണ്ണമായി അനുകൂലമായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികൾ ഒന്നൊന്നായി അസംതൃപ്തിയിൽ പിരിയുകയാണ്, ഒന്നുകിൽ പിളരുകയാണ്, അല്ലെങ്കിൽ ഒരു ഭാഗം BJPയോടൊപ്പം ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുകയാണ്. അങ്ങനെ വല്ലാത്ത അന്തരാൾ അവസ്ഥയിൽ പ്രതിപക്ഷം നിൽക്കുമ്പോഴാണ് ഭരണപക്ഷം നിർണായകമായ ചില നിയമനിർമ്മാണങ്ങൾ, വിമൻസ് റിസർവേഷൻ ബിൽ ആൻഡ് മണ്ഡല പുനഃസംഘടനയുടെ ഒരു ചിട്ടവട്ടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉറപ്പായി ഈ സമ്മേളനത്തിൽ 360 വോട്ട് നേടി 3-2 ഭൂരിപക്ഷം സെക്യൂർ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന ചിന്ത. പക്ഷെ അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമിത്ഷാ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം പാർലമെന്റിൽ എത്താറുണ്ടായിരുന്നു. അദ്ദേഹം വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഈ പറയുന്ന മിഷൻ 360യിലേക്കുള്ള തന്ത്രങ്ങളും മെനയുന്നുണ്ടായിരുന്നു. തൃണമൂലിന്റെ പിന്തുണ ഉറപ്പാക്കിയിരുന്നു, 20 അംഗങ്ങളുടെ പിന്തുണ. നേരത്തെ തന്നെ ശിവസേനയിൽ നിന്ന് 6 പേർ വരുന്ന രീതിയിൽ ശരത് പവാറുമായിട്ടുള്ള ചർച്ച നടത്തിയിരുന്നു. ഒടുവിൽ DMKയെ ഇതിന് ചായ സൽക്കാരത്തിൽ എത്തിക്കുവാൻ പോലും കഴിഞ്ഞു. അപ്പോൾ ആ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതെ ശ്രീ മഞ്ജുഷ, അതൊന്ന് നമ്മളൊന്ന് കെയർഫുള്ളായി നോക്കിക്കഴിഞ്ഞാൽ ഈ മൂഡ് മാറുന്നത്, കാരണം ഇതൊക്കെ ഘടകകക്ഷികൾക്കറിയാം വിച്ച് സൈഡ് ദ ബ്രെഡ് ഈസ് ബട്ടേർഡ്, അത് പൊളിറ്റിക്കൽ ബ്രെഡാണെന്ന് ഓർക്കണം. ഇവിടെ DMKയെ സംബന്ധിച്ചിടത്തോളം ഒരു അർദ്ധമനസ്സുണ്ടായിരുന്നു. ഈ സമ്മേളനത്തിൻ്റെ അവസാനം തന്നെ ഈ FCRയുടെ കാര്യത്തിൽ നീക്കുപോക്ക് ഉണ്ടാവില്ല, കാരണം ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഉണ്ട് DMKയ്ക്ക്. പക്ഷേ മറ്റു കാര്യത്തിൽ മണ്ഡല പുനഃസംഘടനയുടെ കാര്യത്തിൽ ഈ തമിഴ്നാടിൻ്റേത് 39-ൽ നിന്നും 50% കൂടെ കൂട്ടി ഒരു 59 സീറ്റായി മാറും. അത് എഗ്രിയബിൾ ആയിരുന്നു. പക്ഷേ അത് തുറന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അവസാനം ഒരു ടാക്റ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു. അതുപോലെ മഹാരാഷ്ട്രയിലെ 2 കക്ഷികൾ, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ 7 MPമാരും അതുപോലെ ശരത് പവാർ NCPയുടെ MPമാരും 7 MPമാരും BJPയോടൊപ്പം സഹകരിക്കുകയും കേന്ദ്രമന്ത്രിസഭയിൽ 1-2 സീറ്റുകൾ കൂടി നേടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നത്. അതുപോലെ തൃണമൂലിൻ്റെ ഒരു 20 MPമാർ, അത് വലിയ നമ്പേഴ്സാണ്. 29 MPമാരിൽ 20 പേര് ഒരു പുതിയ പാർട്ടിയായിട്ട് നാഷണൽ സിറ്റിസൺഷിപ്പ് പാർട്ടി എന്ന രൂപത്തിൽ BJPയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ടാക്റ്റിക്കലായി സഹകരിക്കാൻ എല്ലാ ധാരണയുമായി. പിന്നെ ഏതാനും സ്വതന്ത്ര ചെറുപക്ഷികൾ, അങ്ങനെ 360 ഒരുപക്ഷെ അതിനടുത്തെത്താമായിരുന്നു. ചിലരെങ്കിലും വിട്ടുനിൽക്കുമെന്ന പ്രതീക്ഷ. പക്ഷേ ഇതെല്ലാം അവതാളത്തിലായത് ഈ കക്ഷികൾ തന്നെ മാറി ചിന്തിച്ചു. NCPയും ഉദ്ധവ് പക്ഷവും ഈവൻ DMK പോലും മാറി ചിന്തിച്ചു. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഈ മമതയെ എതിർക്കുന്ന വിഭാഗത്തിന് പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം അവരൊരു പക്ഷേ ഡിസ്ക്വാളിഫൈഡ് ആകും. യൂസഫ് പത്താനും അദ്ദേഹത്തോടൊപ്പമുള്ള 2 പേരും, 3 മുസ്ലിം MPമാർ, അവർ മാറി നിന്നാൽ 3-2 എണ്ണമില്ല. ഇവിടെ പിളർപ്പായി ഒരുപക്ഷെ കണക്കാക്കില്ല. അവർക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം, സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം. ഇതെല്ലാം വലിയ ആശയക്കുഴപ്പമാണ് ഈ വിഘടിച്ചു നിന്ന കക്ഷികളിൽ ഉണ്ടായത്. അങ്ങനെ വന്നപ്പോൾ സ്ഥിതിഗതികൾ അനുകൂലമല്ല. അമിത്ഷാ ശ്രമിച്ചു പാർലമെന്റിൽ വരാതെ ഇടനാഴിയിൽ നിന്നുകൊണ്ട്. എന്നും അദ്ദേഹം ഓഫീസിൽ വരുന്നുണ്ടായിരുന്നു, പാർലമെന്റിലെ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ വരുന്നുണ്ടായിരുന്നു, കൂലങ്കഷമായ കൂടിയാലോചനകൾ നടത്തുന്നുണ്ടായിരുന്നു.
തന്ത്രമൊക്കെ നടത്തി. പക്ഷേ ആദ്യമായിട്ടാണ് അമിത്ഷായ്ക്ക് ഒന്നുകിൽ ഭയാശങ്കയാണ് പ്രതിപക്ഷം പറയുന്നത് പോലെ, അല്ല എങ്കിൽ കടുത്ത ആശയക്കുഴപ്പമാണ്. രാഹുൽ ഗാന്ധി ശരിയായ ചോദ്യമാണ് ചോദിച്ചത്, കുറിക്കുകൊള്ളുന്ന ചോദ്യമാണ് ചോദിച്ചത്. അല്ല എന്ന് പറയാനാവോ? 2 ചോദ്യങ്ങൾ ചോദിച്ചു. പ്രതിപക്ഷം ചോദിക്കേണ്ടതാണ്, ആരാണ് വെടിവയ്പ്പിന് ഉത്തരവിട്ടത്? വളരെ ക്ലിയർ ചോദ്യമാണ്. വെടിവയ്പ്പിന് ഉത്തരവിട്ടത് വേണമെങ്കിൽ സാങ്കേതികമായി പറയാം, അത് പിന്നെ പോലീസ് ഓഫീസേഴ്സാണ്, അത് ഏത് റാങ്കിലുള്ള ഓഫീസറാണ് എന്നത് മാത്രം പറയാം. പക്ഷേ ആത്യന്തികമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുടെ ചുമതലയിലാണ് ഡൽഹി പോലീസ്. അതുപോലെ CRPFന്റെ വിങ്ങായ ഈ പറയുന്ന റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് RAF, അതും അമിത്ഷാ തന്നെയാണ് യഥാർത്ഥത്തിൽ നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ അതിന് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. 2, താൻ അറിഞ്ഞിട്ടില്ല, തൻ്റെ കൽപ്പന അനുസരിച്ചല്ല, താനത് അറിഞ്ഞതേ ഇല്ല. ഇത് നല്ല. അപ്പം രാഹുൽ ഗാന്ധി ശരിയായ ചോദ്യമാണ് ചോദിച്ചത്. അപ്പം കൊടുക്കുന്ന ചോദ്യം ചോദിക്കുന്നയാളാണ് നല്ല പ്രതിപക്ഷ നേതാവാണെന്നാണ് വേണുഗോപാൽ അതിനുള്ള മറുപടി. അങ്ങനെയാണെങ്കിൽ മറുപടി പറയാതിരിക്കുന്നതിന് വേണ്ടിയാണല്ലോ വിട്ടുനിന്നത്. അല്ലല്ലോ, കാരണം മറുപടി പറയാമെന്ന് പറഞ്ഞിട്ട് മറുപടി പറയാൻ അവസരം തരുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ഇത് ക്വസ്റ്റ്യൻ അവർ പോലെയാണെന്നേ. ഒരൊറ്റ ചോദ്യം മാത്രം, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് താങ്കൾ പറഞ്ഞിട്ടാണോ പറഞ്ഞിട്ടല്ലയോ? 2 വന്നാലും രാജിവെക്കണം. അതങ്ങനെ ഒരു ഡിസ്കഷൻ കൊണ്ടുപോകാൻ കഴിയുമോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മൾ VD സതീശനോട് ചോദിക്കുകയാണ്, താങ്കൾ ഹെലികോപ്റ്ററിൽ എറണാകുളത്ത് പോയത് ഒരു വ്യവസായിയെ കാണാനാണോ അതൊരു ഗൂഢതന്ത്രത്തിനാണോ? ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അതിനകത്ത് കൂടുതൽ ഡിസ്കഷൻ ഇല്ല എന്ന് നാളെ പിണറായി വിജയൻ അസംബ്ലിയിൽ വന്ന് പറഞ്ഞാൽ VD സതീശൻ സമ്മതിക്കുമോ? ഇല്ല, അതിനെനിക്ക് വിശദവിവരം പറയാനുണ്ട്. ആ വിശദവിവരം നിങ്ങൾ കേൾക്കണം. പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ മാത്രമല്ല, എനിക്ക് പറയാനുമുള്ള അവകാശമുണ്ട് എന്ന് പറയും. യാതൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ പിണറായി വിജയനോട് ചോദിക്കുകയാണ്, ഈ അയ്യപ്പ കൊള്ള മുഴുവൻ നടത്തിയത് താങ്കളുടെ അറിവോടുകൂടിയാണോ? അത് യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനകത്തെ കൊള്ളക്കാർ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളവരാണെന്നുള്ളത് വ്യക്തമാണെന്നും ഉള്ളത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ കേൾക്കൂ. അതിൽ വിശദീകരിക്കണം എന്ന് പറയും. സാർ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്ന് ശ്രീ അമിത്ഷായ്ക്ക് പാർലറ്റ്മെന്റിൽ വളരെ ദിവസത്തിന് ശേഷമാണല്ലോ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കാമായിരുന്നല്ലോ. ബിസിനസ് അഡ്വൈസർ അദ്ദേഹം പറഞ്ഞു, ഇന്നലെ വന്നിട്ട് പറഞ്ഞു, ഇന്ന് 3 മണി മുതൽ നാളെ 3 മണി വരെയുള്ള മുഴുവൻ സമയവും ഇതിന് ഡിസ്കഷൻ നടത്താം. നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും ചോദിക്കാം. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഞാൻ പറയാം. പക്ഷെ നിങ്ങളൊന്ന് ഇരുന്ന് തരണം. അല്ല, ചട്ടപ്രകാരമായിരിക്കണം. സ്പീക്കർക്ക് ചട്ടപ്രകാരമായിരിക്കണം. അതും പറഞ്ഞു. ഇതിന്റെ കാരണം എന്നറിയാമോ? ഇതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, പ്രതിപക്ഷത്തിന് ബാലൻസ് തെറ്റിപ്പോയി. അവരാദ്യം ഉദ്ദേശിച്ചത് ധർമ്മേന്ദ്ര പ്രധാനന്റെ ആ വിഷയമല്ല, നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് പറഞ്ഞ് ജനങ്ങളെ ഉദ്ധരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോഴേക്കും പിള്ളേർ അവിടെ കൂടി 1,00,000 പേര് വന്നു. വേറെ ഇത് കൈവിട്ടു പോയി. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ നിന്നും ഇഷ്യൂസ് എല്ലാം പോയി. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെന്ത് ചെയ്യാൻ പറ്റും? അത് ബുദ്ധിപൂർവ്വം കണ്ടുകൊണ്ട് നരേന്ദ്രമോദി എന്ത് ചെയ്തു? പിള്ളേരെ വിളിച്ച് ചർച്ച ചെയ്തു, ആ ഇഷ്യൂ അങ്ങ് സോൾവും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞതെല്ലാം അങ്ങ് അംഗീകരിച്ചു കൊടുത്തു. അതോടെ ഇന്ത്യയിലെ പ്രതിപക്ഷം ഷൂ ആയിപ്പോയി. അത് ഇന്ത്യയിലെ പ്രതിപക്ഷം ഇല്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പം ഞങ്ങൾ പ്രതിപക്ഷമുണ്ട്, ഞങ്ങൾക്ക് പിന്നെ കാണിക്കാവുന്ന എന്താ? 100 MP-മാരുണ്ട്. ഈ 100 MP-മാരെ വെച്ചിട്ട് പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കുക. പണ്ടാണെങ്കിൽ പറ്റില്ലായിരുന്നു. കഴിഞ്ഞ 2 സെഷനിലും 50-ൽ താഴെയായിരുന്നു, 48-ന് താഴെയായിരുന്നുകൊണ്ട് പക്ഷേ ഇപ്പൊ 100 പേരുള്ളതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാമായിരുന്നുവല്ലോ. അതുകൊണ്ട് ചെയ്തില്ല. ഇത് പറയാൻ സമ്മതിക്കണ്ടേ? ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. നമ്മളിവിടെ ഡിസ്കഷൻ നടത്തുകയാണ്. താങ്കൾ ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ താങ്കൾ സമ്മതിക്കൂ? താങ്കളുടെ വിഷയം എന്താണോ അത് പറയാനുള്ള അവസരം തരണ്ടേ? ഞാൻ പറഞ്ഞു ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി. പാർലമെന്റിൽ വരാതെ എങ്ങനെയാണ് അവസരം കിട്ടുമോ? പാർലമെന്റിൽ വരാൻ തയ്യാറാണ്. ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം വന്നു കയറുന്നതിന് മുമ്പേ ബഹളം തുടങ്ങല്ലേ? ഇന്നിപ്പോ വന്നിട്ടേ ഇല്ലായിരുന്നു. അല്ലേ, വരുന്നതിന് മുമ്പേ ബഹളമാണെന്നേ. അത് വരുമെന്ന് പറഞ്ഞാലും ബഹളം, എല്ലാത്തിനും ബഹളം. ആകെ ബഹളം ഇല്ലാതെ ഇരുന്നത് വന്ദേ മാതരം എന്ന് ചൊല്ലിയപ്പോൾ മാത്രമാണ്. അത് മാത്രമാണ് ആകെ നടന്നത്. അതിനുപരിയായിട്ട് ഒരു ചർച്ച തന്നെ ആകാമെന്ന് അമിത്ഷാ സമ്മതിച്ചതാണ്. എന്നിട്ടും പ്രതിപക്ഷം അത് വേണ്ട, ഞങ്ങൾക്ക് പ്രസ്താവന മതി, നിങ്ങളുടെ ലെക്ചർ കേൾക്കാനല്ല ഞങ്ങൾ ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതും തടസ്സപ്പെടുത്തുകയായിരുന്നു. അല്ല മഞ്ജുഷ, അതിനു മുമ്പ് വേണുഗോപാൽജിയുടെ ഒരു പ്രസ്താവന കേട്ട് എനിക്ക് ചിരി വന്നിട്ട് സഹിക്കാൻ പറ്റാതായി പോയി. അതായത് അദ്ദേഹം പറയുന്നത് ഈ വിദ്യാർത്ഥികൾ സമരം ചെയ്ത് മൊത്തം കൈവിട്ടുപോയി. ആരുടെ കൈവിട്ടുപോയി? സർക്കാരിന്റെ അല്ല കേട്ടോ,
വിദ്യാർത്ഥികൾ നടത്തിയാൽ അതിന് പിന്നെ എന്താ പറയണ്ടേ? കൈവിട്ട് പോയിന്നല്ലേ? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് രാഹുൽ ഗാന്ധി കാരണമല്ല. രാഹുൽ ഗാന്ധി കാരണമല്ല രാജിവെച്ചത്. ഈ പിള്ളേരെ സമരത്തിന്റെ കാരണമാണ് രാജിവെച്ചത്. അവരുമായിട്ടുള്ള ഒത്തുതീർപ്പ് ഔട്ട് ഓഫ്, അതായത് പാർലമെന്റ് സമ്മേളിച്ചുകൊണ്ടിരിക്കെ പാർലമെന്റിന് പുറത്ത് ഡിസ്കഷൻ നടത്തി പാർലമെന്റിനെ ശുവാക്കിക്കൊണ്ട് നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊടുത്ത ആരാണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 12 വർഷത്തെ ചരിത്രത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ നിന്ന് ഒരു മന്ത്രിക്ക് നാണം കെട്ട് രാജിവെക്കേണ്ടി വന്ന ഒരു സംഭവം പ്രതിപക്ഷത്തിന്റെ പരാജയമാണെന്ന്. തീർച്ചയായിട്ടും പരാജയമാണ്. പ്രതിപക്ഷം ഇല്ല ഇവിടെ, വിദ്യാർത്ഥികളായിരുന്നു പ്രതിപക്ഷം. ശരിക്കും പറഞ്ഞാൽ ആ പാർട്ടിയുടെ നേതാവിനെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കുക. നിങ്ങൾ രാജിവെക്കാനായിട്ട് രാഹുൽ ഗാന്ധിയോട് പറയുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. രാഹുൽ ഗാന്ധി ഓൺ ദ സ്പോട്ട് രാജിവെക്കുക. എന്നിട്ട് പാർട്ടിയുടെ നേതാക്കളെ ആരെങ്കിലും പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കുക. അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ വാദഗതി പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ പ്രതിപക്ഷത്തിന് ഒരു സമരം സംഘടിപ്പിക്കാൻ നിങ്ങൾ കർഷക സമരം പറയുന്നു. കർഷക സമരം ആരാ സംഘടിപ്പിച്ചത്? കർഷക സമരം ഇവിടുത്തെ പ്രതിപക്ഷമാണ് സംഘടിപ്പിച്ചത്. അതായത് പ്രതിപക്ഷത്തിന്റെ കൈവിട്ടു പോയി. ഇന്ത്യയിലെ ഒരു പ്രശ്നവും പ്രതിപക്ഷത്തിന് കൊണ്ടുവരാൻ കാണുന്നില്ല, പ്രതിപക്ഷത്തിന് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ പ്രതിപക്ഷം വലിയ ആളാന്ന് പറയുന്നത്? പാർലമെന്റിൽ വന്ന് കൂവിയത് കൊണ്ട് മാത്രം അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റുമോ? സിബി, നേരത്തെ കേണൽ ഡിന്നി പറഞ്ഞ കാര്യം പ്രസ്താവനയല്ല, ചർച്ച തന്നെയാകാമെന്ന് സമ്മതിച്ചതാണ്. അല്ലല്ല, ഒരു മഞ്ജുഷേ, ഒരു സംഭവം ഇദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ മന്ത്രി രാജിവെച്ചാലും പ്രതിപക്ഷ നേതാവ് രാജിവെക്കണം. കാരണം അദ്ദേഹത്തിന്റെ നഷ്ടമാണ്. വളച്ചൊടിക്കരുത്. പ്രതിപക്ഷത്തിന്റെ കർമ്മം ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രതിപക്ഷത്തിന്റെ കർമ്മം നടത്താതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പ്രതിപക്ഷത്തിന്റെ കർമ്മം പ്രതിപക്ഷം ചെയ്യുക, എന്നിട്ട് രാജിവെക്കാൻ പറഞ്ഞാൽ അന്തസ്സുണ്ട്. രാജിവെക്കണം. എന്തൊരു പരിഹാസ്യമായ എങ്ങനെ പ്രതിപക്ഷ നേതാവിന് അവിടെ ഇരിക്കാൻ കഴിയുന്നു? അതുകൊണ്ടാണ് ഈ ഗോഷ്ഠി കാണിക്കുന്നത്. 17 ദിവസം പാർലമെന്റിൽ പ്ലക്കാർഡ് വെച്ചുകൊണ്ട് നിൽക്കേണ്ടി വന്നത് പ്രതിപക്ഷത്തിന്റെ കർമ്മം ചെയ്യാൻ സാധിച്ചില്ല. ആ കർമ്മം ഞങ്ങൾ ഇങ്ങനെ കൂവി തീർക്കാം എന്നുള്ളതാണ്. കഷ്ടമാണ് ഈ പറയുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ സാർ. എങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിൽ ഒരു പ്രക്ഷോഭം നടത്തുന്നെങ്കിൽ ഇടതുമുന്നണി നടത്തുന്ന പ്രക്ഷോഭമാകാം, അല്ലെങ്കിൽ BJP നടത്തുന്ന പ്രക്ഷോഭമാകാം. ആരും അറിയാത്ത ഒരു പ്രക്ഷോഭം എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? ഇവരെക്കാൾ കൂടുതൽ ആളുകൾ വിളിച്ചുകൊണ്ട്. അവിടെയാണ് പ്രശ്നം. ശ്രീ സിബി, ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരിക. ഇതൊരു പ്രസ്താവനയല്ല, ഒരു ചർച്ച തന്നെ സമ്മതിച്ചതാണെന്നേ 24 മണിക്കൂർ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മഞ്ജുഷ്, അതായത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രസ്താവന നടത്തണം ആഭ്യന്തരമന്ത്രി എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യമായിരുന്നു. ഈ പ്രതിപക്ഷത്തിന്റെ ആവശ്യം 16 ദിവസമാണ് ഈ ആവശ്യത്തിൽ നിന്ന് ഇദ്ദേഹം ഒളിച്ചോടിയത്. ഓക്കെ, അപ്പം കേണൽ ഡെന്നി പറയും ഒളിച്ചോട്ട് ഉപയോഗിച്ചുകൂടാന്ന്. അവർക്ക് പ്രതിപക്ഷ നേതാവിനെ വേറൊരു വാക്കിൽ വിശേഷിപ്പിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ് കുറവൊന്നുമില്ല. പക്ഷേ അമിത്ഷാജി ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഒളിച്ചോട്ടം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു നമ്മളൊരിക്കലും അതൊരു മോശം വാക്കാണെന്ന്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ അത് തന്നെ ഉപയോഗിക്കുന്നു. അപ്പം കഴിഞ്ഞ 17 ദിവസം അമിത്ഷാ ഒളിച്ചോടി. ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് ഒരു പ്രസ്താവന നടത്താൻ പറ്റാതെ ഒളിച്ചോടി. എന്നിട്ട് പാർലമെന്റ് പിരിയുന്നതിന്റെ തലേന്ന് വന്ന് പറയുകയാണ് നാളെ വേണമെങ്കിൽ ഒരു ചർച്ച നടത്താം. അങ്ങനെയാണോ അതിന്റെ രീതി? ഇത്രയും കരുത്തുള്ള എന്തുകൊണ്ട് അമിത്ഷാ എന്തുകൊണ്ടൊരു പ്രസ്താവന നടത്താൻ തയ്യാറില്ല? ശ്രീ വേണുഗോപാൽജി പറയുന്ന പോലെ യെസ് ഓർ നോ ചോദ്യം ഒന്നുമല്ലല്ലോ. ഒരു പ്രസ്താവന എഴുതി വായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അരമണിക്കൂർ എടുത്തുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കാമല്ലോ. അല്ല, അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഞങ്ങൾക്ക് വേറെ ഒന്നും കേൾക്കണ്ട. ഇന്ന് പറഞ്ഞേ പവൻ ഖേര പറഞ്ഞു, ജോൺ ബ്രിട്ടാസ് പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ ഒന്നും കേൾക്കണ്ട. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് താങ്കൾ പറഞ്ഞിട്ടാണോ? ഇത് മാത്രം കേട്ടാൽ മതി എന്നാ പറഞ്ഞേ. അവിടെ എങ്ങനെ ചർച്ച നടത്താൻ പറ്റും? അവര് വേണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് പൊയ്ക്കോട്ടെ. എങ്കിലും രാഹുൽ എങ്കിലും അമിത്ഷായ്ക്ക് വന്ന് പ്രസ്താവന നടത്താമല്ലോ. പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയാലും അമിത്ഷായ്ക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ ഇന്ത്യൻ പാർലമെന്റ് അവസരം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ BJPക്ക് പറഞ്ഞു നിൽക്കാമായിരുന്നു. ഞങ്ങൾ ഉത്തരം പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ പ്രതിപക്ഷം ചെവി കൊണ്ടില്ല എന്ന് പറയാമായിരുന്നു. അതുപോലും പറയാതെ പോയപ്പോൾ ഇതൊരു ഒളിച്ചോട്ടം തന്നെയാണ്. കാരണം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് സമനിലയിൽ പിരിഞ്ഞു എന്ന് ഭംഗിയാന്തരയുടെ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം ഒരു ഭീരുത്വത്തിന്റെ നടപടിയായിരുന്നു. വന്ദേ മാതരം പാടി അത് പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭരണപക്ഷം ഒരു രീതിയിലും 2 വാക്ക് പറയാൻ തയ്യാറായില്ല. കാരണം അത് പ്രതിപക്ഷത്തെ ഭയന്ന് തന്നെയാണ്. പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, എങ്കിലും ഇന്ത്യ മഹാരാജ്യത്തോടായി ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. പ്രതിപക്ഷം പാർലമെന്റിൽ ഇതേക്കുറിച്ച് ഒന്നും മിണ്ടുവാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞില്ല. അമിത്ഷാ വന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു, പക്ഷെ അദ്ദേഹം മാറി നിൽക്കുകയാണ്. അല്ല, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ മഞ്ജുഷേ. അതായത് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അമിത്ഷായ്ക്ക് ഒരു പ്രസ്താവന നടത്താൻ പറ്റില്ല. കാരണം
ഡൽഹി പോലീസ് ആണിവെച്ച ലാത്തി പ്രയോഗിച്ചതും പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതും ആർക്കെതിരെയാണെന്ന് അറിയാമോ? കഴിഞ്ഞ കുറെ കാലമായി, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിന് മേലായി BJPക്ക് വോട്ട് ചെയ്യുന്ന ഉത്തരേന്ത്യയിലെ മിഡിൽ ക്ലാസ് സമൂഹത്തിനെതിരെയാണ്. അവരുടെ വോട്ട് ബാങ്കാണത്. അവരുടെ വോട്ട് ബാങ്കിനെതിരെ എന്തുകൊണ്ട് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നുള്ളത് വന്ന് പാർലമെന്റിൽ പറയാൻ ഷായിക്ക് മുട്ടുപിറയ്ക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം. 1984 3000 പേരെയാണ് രാജീവ് ഗാന്ധി ഒന്നും വേണ്ടിയിട്ടില്ല. അതെ നോക്കൂ, നമ്മളിത് മനസ്സിലാക്കേണ്ടുള്ളത് ഇപ്പം ഇവർ പറയുന്നത് വീണ്ടും ഇൻക്ലൂഡിങ് എനിക്ക് ബഹുമാനപ്പെട്ട ഡോക്ടർ മോഹൻ വർഗീസ് സർ പോലും അത് പറഞ്ഞല്ലോ എന്ന് എനിക്ക് അതിശയമുണ്ട്. അതായത് ഭീരുത്വമാണെന്നുള്ളത്. എന്ത് ഭീരുത്വമാണ്? എന്താണ്? അതായത് ഏതെങ്കിലും ഒരു ഹോം മിനിസ്റ്റർ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു റൈറ്റ് കൺട്രോളോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു DSP റാങ്ക് ഓഫീസർ ചെയ്യേണ്ട കാര്യമാണ്. അത് SOP പ്രകാരം DSP റാങ്ക് ഓഫീസർ ചെയ്യേണ്ടുള്ളതാണ്. അതിന് ലേഡ് ഔട്ട് പ്രൊസീജിയർ ഉണ്ട്, ഏതൊക്കെ രീതിയിലാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. അതിന് അമിത്ഷാ മറുപടി പറയണം എന്ന് പറയുമ്പം അത് എന്താ, നമുക്ക് ഈ പ്രൊസീജിയർ ഒന്നും അറിയാത്തവരാണോ? എനിക്ക് അത് തിരിച്ചു ചോദിക്കുകയാണ്, ജാർഖണ്ഡിൽ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ചെയ്യുന്നില്ല? ജാർഖണ്ഡിൽ ശ്രീ രാഹുൽ ഗാന്ധി ഒരു പ്രാവശ്യം പോലും വിസിറ്റ് പോലും നടത്തിയില്ലല്ലോ. അവിടെയും ലാത്തിചാർജ് നടന്നു, അവിടെയും കുട്ടികളുണ്ടായിരുന്നു, അവിടെയും ഞങ്ങളെ BJPയുടെ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള കുട്ടികൾ തന്നെയാണല്ലോ അവിടെയും. അവിടെ എന്തുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി പോയില്ല? അപ്പൊ ഈ പൊള്ളത്തരം അവിടെ കാണിക്കുന്നില്ലേ? അപ്പൊ അവിടെ അതല്ലേ? അപ്പൊ അതിന് ഇതൊരു ഭീരുത്വം എന്നൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയത് ഇറ്റ് ഇസ് നോട്ട്. പൊളിറ്റീഷ്യനെ സംബന്ധിച്ചുള്ള ഭീരുത്വം എന്താണ്? പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുക്കുന്നതാണ് അവരുടെ കറേജ്. അല്ലാതെ എവിടെയെങ്കിലും പോയില്ല. അപ്പൊ പൊളിറ്റിക്കൽ ഡിസിഷൻസ് വെച്ചാണ് നമ്മൾ ഓരോരുത്തർ അളക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സർദാർ വല്ലഭഭായ് പട്ടേൽ ആയാലും ശരി, ശ്രീമതി ഇന്ദിരാഗാന്ധി 1971 വാറിന്റെ ആയാലും ശരി, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ലാൽ ബഹാദൂർ ശാസ്ത്രി ആയാലും ശരി, ശ്രീ അമിത്ഷായെ കുറിച്ച് പറയുമ്പോൾ പൊളിറ്റിക്കൽ ഡിസിഷൻസ് ശ്രീ നരേന്ദ്രമോദിയായിട്ട് എന്തൊക്കെ എടുത്തിട്ടുള്ളത്? ആർട്ടിക്കൽ 370 ഒരു കാരണവശാലും പോകത്തില്ല എന്ന് പറഞ്ഞ ആർട്ടിക്കൽ 370 നക്സലിസം ഇല്ലാതാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ PFI, കേരളത്തിൽ നിന്നുള്ള PFI പിടിക്കണമെങ്കിൽ ചെറിയ കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ ചെയ്യണമെങ്കിൽ പൊളിറ്റിക്കൽ ഡിസിഷൻസ് വിത്ത് കറേജ് ആണത്. അതാണ് യഥാർത്ഥ കറേജ്. അല്ലാതെ ഒരു പാർലമെന്റിൽ നിന്ന് സംസാരിക്കുക. ഈ കഴിഞ്ഞ പാർലമെന്റ്, ഈ പാർലമെന്റ് സെഷൻ അല്ല, കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ എന്തായിരുന്നു? ഇതേപോലെ പറഞ്ഞില്ലേ അമിത്ഷാ മറുപടി പറയണം എന്ന്. എന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചില്ലായിരുന്നോ? ഇവർ ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരം പറയാൻ പറ്റുമായിരുന്നോ? അദ്ദേഹം മുഖത്തോന്നില്ല. അപ്പൊ ഈ ഭീരുത്വം ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നില്ല, ഞാൻ ശ്രീ അമിത്ഷായുമായി അസോസിയേറ്റ് ചെയ്തില്ല. ഇറ്റ് സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞത്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഈ സ്ട്രാറ്റജി, ഡിസ്റപ്ഷൻ ഉള്ള സ്ട്രാറ്റജി, അത് പൊളിഞ്ഞുപോയി. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നഷ്ടം വരുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചില്ലേ, ശ്രീ അമിത്ഷാ ആൻസർ ചെയ്യണമെങ്കിൽ ഈ സഭ നടത്തിക്കൊണ്ട് ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി എണീച്ച് ചോദിക്കുകയാണ്, എനിക്ക് ശ്രീ അമിത്ഷാ ഇതിന് ഉത്തരം പറയൂ, ആരാണ് ഉത്തരവാദിത്തം ചെയ്തത്, എങ്ങനെയാണ് ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞിരുന്ന ശ്രീ അമിത്ഷാ അവിടെ എണീച്ച് നിന്ന് ഉത്തരം പറയേണ്ടി വന്നാണ്. പക്ഷെ നിങ്ങളത് സമ്മതിച്ചില്ല. അപ്പൊ എന്ത് പറ്റി? ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് പറയാൻ എന്തിനാ പാർലമെന്റിൽ വരുന്നത്? സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ പ്രസിൽ പറഞ്ഞൂടെ? ഡിസ്കഷൻ ആണ് അവിടെ. നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ പാർലമെന്റിൽ പറയേണ്ട സ്റ്റേറ്റ്മെന്റ് പാർലമെന്റിലാണ് സാർ പറയേണ്ടത്. ഇന്ത്യയിലെ ജനങ്ങളുടെ നോ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴാണ്? ആഫ്റ്റർ എ ഡിസ്കഷൻ ആണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഡിസ്കഷനുള്ള സ്ഥലമാണ് സാർ പാർലമെന്റിൽ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ആഭ്യന്തരമന്ത്രി നടത്തണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടാൽ അത് ചെയ്യണം. അതൊരു ഡിസ്കഷന് ശേഷം ആയിരിക്കണം. അല്ലാതെ ആദ്യമേ വന്ന് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം എന്ന് ഔട്ട് ഓഫ് ദ പാർലമെന്റ് പറഞ്ഞാൽ പോരാ. അരമണിക്കൂർ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നേ. അല്ല, അതിന് സമ്മതിക്കണ്ടേ? അതിന് ഇരുന്ന് തരണ്ടേ? സമ്മതിക്കണ്ടേ? അല്ല, കേറുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇവന് കേറുന്നതിന് കാര്യം എന്താ? ഞങ്ങൾ കേറുന്നതിന് മുമ്പായിട്ട് ഈ ഒരു മര്യാദക്ക് ഇരിക്കാൻ തയ്യാറാണെന്ന് അതിന് തയ്യാറല്ല. പാർലമെന്റിൽ കയറാതെ ഒളിച്ചു നടക്കുകയായിരുന്നു. നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അതിനകത്ത് എങ്ങും പോകാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ കൃത്യം 11 മണിക്ക് പ്ലക്കാർഡ് പിടിച്ച് അവിടെ നിങ്ങൾ വെൽ ഓഫ് ദി ഹൗസിൽ വന്നാൽ എങ്ങനെയാണ് സംവാദം നടക്കുക? നിങ്ങളൊന്ന് പറയൂ. അത് പറഞ്ഞിട്ട് കൃത്യം 11 മണിയാകുമ്പോൾ നമ്മൾ എല്ലാ ദിവസം കാണുന്നല്ലേ? ഏതെങ്കിലും ഒരു ദിവസം പോലും 11 മണിക്ക് പ്ലക്കാർഡ് പിടിച്ച് നിൽക്കാത്ത സംഭവം ഉണ്ടോ? എന്തിനാണ് 11 മണിക്ക് നിൽക്കുന്നത്? നിങ്ങൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നോക്കുക, എന്നിട്ട് നിങ്ങൾ പറയാൻ ശരി അദ്ദേഹം വന്നില്ല, എന്തുകൊണ്ട്? കൃത്യം അത് നിങ്ങളുടെ സ്ട്രാറ്റജി ആയിരുന്നു. 11 മണിക്ക് നിങ്ങൾ പ്ലക്കാർഡ് നിൽക്കുക. സ്പീക്കർ അമിത്ഷായ്ക്ക് ഭയം വരുമോ സാർ? ചോദിച്ച ഉത്തരം പറയാൻ പറ്റാത്ത വേദി ഉണ്ടെങ്കിൽ പിന്നെ എവിടെയാ ഭയം? ഞങ്ങൾ നിൽക്കുന്നില്ല, ആ സ്ട്രാറ്റജി ഞങ്ങൾ നിൽക്കുന്നില്ല. അത് തന്നെയാണ് കാര്യം. നിങ്ങൾ ഇവിടെ തോക്ക് വെച്ചിട്ട് നിങ്ങൾ പറയാണ് വരൂ എന്ന് പറഞ്ഞാൽ ഇല്ല. നിങ്ങൾക്ക് ചർച്ചയ്ക്ക് കാര്യം നിങ്ങൾ വേറെ എന്താണ് ഒരു ഗിമിക്സ് കാണിക്കാനുള്ള ഒരു ശ്രമമാണത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പ്രധാനമന്ത്രി വന്ന സമയത്ത് എന്തായിരുന്നു ചെയ്തത്? ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് തലയ്ക്ക് തോക്ക് വെച്ചിട്ടാണ്
അല്ലെങ്കിൽ ആ പരുവത്തിലായിരുന്നു അമിത്ഷാ എന്ന് താങ്കൾ അംഗീകരിച്ചല്ലോ. അല്ല, താങ്കൾ സംസാരിക്കാൻ മുഴുവൻ ഞാൻ പോയിക്കൊണ്ടിരുന്ന താങ്കൾക്ക് സംസാരിക്കാൻ പറ്റുമോ? ആക്കാനുള്ള ശ്രമം നടത്തി, അതിന് നിന്ന് മഞ്ജുഷ പറയുമ്പോഴും ഞാൻ കേൾക്കുന്നില്ല. പറ്റത്തില്ല എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതാണ് പറഞ്ഞത്. നിങ്ങൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇത് കഴിഞ്ഞപ്പം പാർലമെന്റിൽ നടക്കേണ്ടുള്ള ഡിസ്കഷൻ, ഈ പോയിന്റ്സ് എല്ലാം നിങ്ങളിൽ ധാരാളം ആളുകൾ ചോദിക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ചോദിക്കാനുള്ള അവസരം അവർക്ക് കൊടുത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സ്ട്രാറ്റജി ആരാണ് ചെയ്യുന്നത്? ശ്രീ രാഹുൽ ഗാന്ധി സ്വയം ചെയ്യണമെങ്കിൽ അതൊരു പൂവർ സ്ട്രാറ്റജിയാണ്. ഞാൻ നിങ്ങൾ ശ്രീ സിബി എടുത്ത് ചോദിക്കട്ടെ. അതാണ് ശ്രീ വി ഡി സതീശൻ. എത്രയോ വിഷയങ്ങൾ നമ്മളെ കേരളത്തിലുണ്ട്. ശ്രീ വി ഡി സതീശൻ ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്നതേ തെരുവിൽ നടന്ന സമരത്തിന് കൊണ്ടല്ല, സഭയുടെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ കൊണ്ടാണ്. ഓരോ ചോദ്യങ്ങളും അദ്ദേഹം സഭയിൽ ഉള്ളിൽ ചോദിച്ചുകൊണ്ടാണ്. ആ അവസരം അദ്ദേഹം ഉപയോഗിച്ചു. ഞാൻ ചോദിക്കുന്നത് മറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് അത് ഉപയോഗിച്ചില്ല? സിബി ഇന്നലെ പറഞ്ഞതാണല്ലോ ഈ 24 മണിക്കൂർ ചർച്ചയാകാമെന്ന്. അത് സ്വീകരിച്ചു കൂടായിരുന്നോ ഇല്ലേ എന്നുള്ളതാണ്. ദിവസത്തെ പാർലമെന്റ് സെഷൻ ഡിസ്റപ്റ്റ് ചെയ്യിപ്പിച്ച ശേഷം അവസാന ദിവസം വന്നിട്ട് അവസാന ദിവസം വന്ന് അതെ കാരണം ഇതാ എല്ലാ ദിവസവും അല്ലെ ചർച്ചയാണ് എല്ലാ ദിവസവും ഈ പറഞ്ഞ അമിത്ഷാ ഒന്നാം ദിവസം വന്നിട്ട് നമുക്ക് ചർച്ചയാകാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു സിറ്റുവേഷൻ? അല്ലല്ല, അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഏറ്റവും അവസാന ദിവസം വന്നിട്ട് പറഞ്ഞു അല്ല, അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ശ്രീ സിബി, പ്രധാനമന്ത്രിയുടെ റെസിഡൻസിന്റെ പുറത്ത് 21 ജൂലൈ, അതായത് ആദ്യത്തെ ദിവസം നടന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ശ്രീ ജിതേന്ദർ സിംഗ് പറഞ്ഞു ഞങ്ങൾ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് അത് പറ്റത്തില്ല, ഇപ്പൊ ഞങ്ങൾക്ക് ധർമ്മേന്ദ്ര പ്രധാനാണ് രാജി. 25 ജൂലൈ 25 ജൂലൈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. എന്നിട്ട് എന്തായി? അല്ല, ഇപ്പൊ മോദി വരണം, അല്ല മോദി മാപ്പ് പറയണം, അമിത്ഷാ സഭയിൽ വന്നിട്ട് ഈ 2 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് നിങ്ങൾ റെസിഗ്നേഷൻ ചെയ്യണം. പൈലറ്റ് നിങ്ങൾ ഉപയോഗിച്ചോ? ആരാണ് ഉത്തരവാദി? നിങ്ങൾ അറിഞ്ഞില്ലേ ആരാണ് ഉത്തരവാദി? നിങ്ങൾ. അപ്പൊ റെസിഗ്നേഷൻ. ഇങ്ങനെയാണോ ചർച്ച ചെയ്യേണ്ടത്? ഒരു ചർച്ച എന്നുള്ള നിലയിൽ നിങ്ങൾ ഓരോ തവണയും നിങ്ങൾ ഗോൾ പോസ്റ്റ് മാറ്റി. നിങ്ങൾ പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം പറഞ്ഞു ചർച്ച വേണം, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു റെസിഗ്നേഷൻ വേണം, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വേണ്ട, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ, അതിന് മുമ്പ് ധർമ്മേന്ദ്ര പ്രധാൻ അങ്ങനെ ഓരോ സമയം ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു ചർച്ചയാവത്തില്ല. അപ്പൊ ഗവൺമെന്റ് സ്ട്രാറ്റജി എടുക്കും. ഞങ്ങൾ നിന്ന് തരാൻ അത് പറ്റത്തില്ല. അത് ആ രീതിയിൽ തന്നെയാണ്. അതിനകത്ത് എന്താ സംശയം? എന്താ ഞങ്ങൾ അവിടെ അതായത് ഗവൺമെന്റിന് നട്ടല്ലില്ലായിരുന്നു ഒരു പ്രസ്താവന നടത്താൻ വിഷയത്തിൽ, മനസ്സിലായോ? അപ്പൊ അത് ചെയ്യാൻ അമിത്ഷായ്ക്ക് കഴിഞ്ഞില്ല, അത് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞില്ല. പ്രതിപക്ഷത്തെ 10-20 എണ്ണത്തിനെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിക്കൊണ്ട് ഇത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത്തവണ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ്. കാരണം പുറത്ത് വേറൊരു പ്രശ്നം നടന്നു. ഇനി അകത്ത് രാഹുൽ ഗാന്ധിയെ കൂടെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട വെച്ചിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ ഒരു 20 എണ്ണത്തിന് സസ്പെൻഡ് ചെയ്താൽ തീരും. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, പ്രിയങ്ക ഉൾപ്പെടെ ഒരു 20 എണ്ണത്തിന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ട് സെഷൻ ഭംഗിയായിട്ട് നടക്കും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അത് വേണ്ടാന്ന് വെച്ചത് അമിത്ഷായും നരേന്ദ്രമോദിയുടെയും വേറൊരു തന്ത്രമായിരുന്നു. ഇത് ബുദ്ധന്റെ തന്ത്രമാണ് പ്രയോഗിച്ചത്. സൈലൻസ്, വിട്ടുതരം കാണിക്കുമ്പോൾ സൈലൻസ് തന്ത്രമായിരുന്നു. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇതേത് മൂന്നാമത്തെ തന്ത്രമാണ്. അതായത് ആദ്യത്തെ 3 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നുകിൽ പാർലമെന്റിൽ വന്ന് പ്രസ്താവന നടത്തുക, അത് നടത്തിയില്ല. അതിനർത്ഥം ഇത് നടത്താതിരുന്നതിന് പിന്നിൽ 3 കാരണങ്ങളിൽ ഒന്നേ ഉണ്ടാകാവൂ. ഒന്ന്, അമിത്ഷായ്ക്ക് ഭയമാണ്. അത് ശ്രീ കേണൽ ഡെന്നി സമ്മതിക്കില്ല. അദ്ദേഹത്തിന് ഭയമില്ല, സമ്മതിക്കുന്നു, അംഗീകരിക്കുന്നു, ഭയമില്ല. രണ്ടാമതൊരു ഓപ്ഷനുണ്ട്, അദ്ദേഹത്തിന് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. സിബി സത്യനൊക്കെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ആശയക്കുഴപ്പമുണ്ട്. കാരണം എന്ത് പറഞ്ഞാലും അത് ചിലർക്കൊക്കെ കൊള്ളും. തങ്ങളെ ചരിത്രപരമായി പിന്തുണച്ചിരുന്ന മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മധ്യവർഗങ്ങൾ, അർബൻ മിഡിൽ ക്ലാസ്, യൂത്ത്, ഇതിൻ്റെയൊക്കെ പിന്തുണ കൂടുതലും BJPക്കായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി. മോദി യുഗത്തിൽ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയോട് ഈ സമഭാവനയോടെ പോയ വിഭാഗങ്ങളാണ് യൂത്ത് ആൻഡ് മിഡിൽ ക്ലാസ്, അർബൻ എലീറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങൾ. അവരുടെയൊക്കെ മക്കളാണ് പലരും ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് അമിത്ഷാ എന്തുത്തരം പറഞ്ഞാലും, ഇതിനെ തള്ളിക്കളഞ്ഞാലും, പോലീസ് നടപടി തള്ളിക്കളഞ്ഞാലും, അതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്താലും ഒന്ന് കൊള്ളും, വല്ലാതെ കൊള്ളും. അതുകൊണ്ട് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുമായിരുന്നു. എന്തു പറഞ്ഞാലും അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആകും. അപ്പോൾ പിന്നെ ഇത് രണ്ടും വേണ്ട. അപ്പോൾ ഭയമല്ല, ആശയക്കുഴപ്പവുമല്ല. മൂന്നാമത്തെ എങ്കിൽ ചവിട്ടിക്കുടിക്കുക, പരമാവധി മാറി ഇത് തന്ത്രമാണ്. അപ്പോൾ ഇത് തന്ത്രം എന്നുള്ള നിലയിൽ വിലയിരുത്താം. മാറി നിന്നുകൊണ്ട് ഈ പ്രതിപക്ഷം എന്തിനാണത് വേണ്ട എന്ന് വെച്ചത് എന്നുള്ളതാണ്. അത് രണ്ടും, ഭരണപക്ഷം കാട്ടിയതും അബദ്ധമാണ്, പ്രതിപക്ഷം കാട്ടിയതും ശ്രീ മഞ്ജുഷ് അബദ്ധമാണ്. ഭരണപക്ഷം കാട്ടിയ അബദ്ധം എന്തുകൊണ്ടാണ്? ഒന്നാന്തരം അവസരമായിരുന്നു. ഞങ്ങളിതാ തയ്യാർ,
എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം അമിത്ഷായെ ഒരുപക്ഷെ മുന്നിൽ നിന്നുകൊണ്ട് തടസ്സപ്പെടുത്താൻ ശ്രമം നടത്തും. ആ രീതിയിലായിരുന്നു റിപ്പോർട്ടുകൾ. പാർലമെന്റിനുള്ളിൽ അമിത്ഷാ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ചുറ്റും വട്ടം കൂടി നിന്നുകൊണ്ട് അമിത്ഷായുടെ സംസാരം തടസ്സപ്പെടുത്താനായിരുന്നു ഉദ്ദേശമെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നത്. ഒരുപക്ഷെ ശരിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ഇത് ക്യാമറ കണ്ണുകളിലൂടെ രാജ്യം മുഴുവൻ കാണുകയല്ലേ. അമിത്ഷാ അവസാനം വൈകി എങ്കിലും വന്നു, സംസാരിക്കാൻ തയ്യാറായി. അത് പ്രതിപക്ഷം തടസ്സപ്പെടുത്തുമ്പോൾ നിഷ്പക്ഷരായി ചിന്തിക്കുന്ന ആളുകൾ ചിന്തിക്കും അത് പ്രതിപക്ഷത്തിൻ്റെ പോരായ്മയാണ് എന്ന് ചിന്തിക്കുമായിരുന്നു. ആ അവസരം ഭരണപക്ഷം ഉപയോഗിച്ചില്ല. കുറേയേറെ പ്രതിഷേധിച്ചതിന് ശേഷം ഞങ്ങൾക്കിതൊന്നും കേൾക്കണ്ട, ഒരു പ്രസ്താവന കേൾക്കണ്ട, ഞങ്ങൾക്കാകെ വേണ്ടത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന 2 ഉത്തരമാണ്. അങ്ങനെ പറയാവുന്ന ഒരാളല്ലല്ലോ ഒരു മന്ത്രി, ക്യാബിനറ്റിലെ ഒരു മന്ത്രി. ശ്രീ മഞ്ജുഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ക്യാബിനറ്റിലെ ഒരു മന്ത്രി പ്രതിപക്ഷം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉത്തരം പറഞ്ഞുകൊള്ളണം എന്ന് നേർച്ചയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അമിത്ഷായ്ക്ക് കുറേയേറെ സമയം എടുത്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനും അപ്പോൾ കുറച്ചൊക്കെ രാജ്യത്തോടായി പറയാൻ സാധിക്കും. ഒന്നാന്തരം അവസരമായിരുന്നു അമിത്ഷായ്ക്ക് ലഭിച്ച ഒന്നാന്തരം അവസരമായിരുന്നു. ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് സംസാരത്തിലൂടെ തന്നെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ പ്രഭാഷണത്തിലൂടെ അതെല്ലാം മാറ്റി സാഹചര്യങ്ങൾ വിവരിച്ച് പൊരുൾ തിരിച്ചെടുക്കുമ്പോൾ കുറേയൊക്കെ മുഖം രക്ഷിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. ഇത് വന്ദേ മാതരം പാടി പിരിയുമ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി, ഒരു ഭാരം തലയിൽ നിന്നും താഴെ വെച്ചു തരത്തിൽ മുഖം രക്ഷിക്കലാണ്. ശ്രീ MS വേണുഗോപാൽ, മുഖം രക്ഷിക്കലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം പ്രതിപക്ഷം ഇവിടെ നടത്തിയ 17 ദിവസത്തെ പ്രകടനം തന്നെയാണ്. ഞാൻ അതാണ് പറഞ്ഞത്. അതായത് ഇതിപ്പോൾ 8ാമത്തെ സെഷനാണ്. ഈ 8 സെഷനിലും 7ലും 45% മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസ്. ഇവിടെ മാത്രമാണ് 90%-ൽ കഴിഞ്ഞു വന്നത്. അത് അദ്ദേഹം ബോധപൂർവം കൂവാൻ വേണ്ടി നിർത്തിയതാണ്. ഈ കൂവിക്കൊണ്ടിരുന്നാൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? സ്പീക്കറോട് പറയുക, ഈ അൺറൂളി ആയിട്ടുള്ള MP-മാരെ പുറത്താക്കണം, ഇവിടെ ഡിസ്കഷൻ നടക്കണമെങ്കിൽ. ഒരു 25 എണ്ണത്തിനെ പുറത്താക്കി കഴിഞ്ഞാൽ തീരും. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഒരു 25 പേരെ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞാൽ തീരും. ബാക്കി 75 എണ്ണം അവിടെ ഉണ്ടായിരുന്നോളും. അല്ലെങ്കിൽ അവർ ന്യായമായ രീതിയിൽ ബഹളം ഉണ്ടാക്കി ആ ബഹളത്തിനിടയിൽ അമിത്ഷായ്ക്ക് പറയാനുള്ളത്. ഞാനൊരു കാര്യം ചോദിച്ചു, ഈ അമിത്ഷാ പേടിച്ചോടി എന്ന് പറയുന്നത് എന്താ പേടിച്ചോടിയത്? ഇവിടെ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെക്കാൻ ആരാ പറഞ്ഞേ? രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ കേട്ടോ. അപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടല്ല രാജിവെച്ചത്. വിദ്യാർത്ഥികൾ പുറത്ത് പ്രക്ഷോഭം നടത്തി അതിൽ സത്യൻ പറഞ്ഞ പോലെ BJP-യുടെ അനുഭാവികളും ഉണ്ട്, RSSന്റെ അനുഭാവികളും ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർ ഒത്തുതീർപ്പിന് വന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ഇടയിലത്തെ പിള്ളേരും ഇതിനകത്തുണ്ട്. അവരെ പിണക്കിയാൽ ശരിയല്ല എന്ന് നരേന്ദ്രമോദിക്ക് അമിത്ഷായ്ക്കും തോന്നിയത് കൊണ്ടാണ് പിള്ളേരെ നമുക്കിങ്ങി വാ, നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാം, നമ്മുടെ പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെ നമുക്ക് ധർമ്മേന്ദ്ര പ്രധാനെ തന്നെ നമുക്ക് പുറത്താക്കാം, നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ 1 കോടി രൂപ കൊടുക്കാം, പിന്നെ നിങ്ങൾ പറയുന്ന ബാക്കി കാര്യങ്ങൾ അതായത് ശക്തമായ നിയമം ഞങ്ങൾ കൊണ്ടുവന്ന് നമുക്കിതെല്ലാം നീറ്റാക്കാം, നീറ്റാക്കാമെന്ന് നീറ്റാക്കി. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ അമിത്ഷാ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ പ്രതിപക്ഷം പറഞ്ഞിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ കേട്ടില്ല, പ്രധാനമന്ത്രി കേട്ടില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അത്രേ വിലയുള്ളൂ. അതുകൊണ്ടാണ് അമിത്ഷാ പേടിച്ചു എന്ന് ഇവരെല്ലാം കിടന്ന് കൂവുന്നതല്ലാതെ അമിത്ഷായ്ക്ക് എന്ത് പേടി? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാത്തടത്ത് പിന്നെ അമിത്ഷാ രാജിവെക്കൂ? അതൊന്നും അല്ല കാര്യം. ഒറ്റ കാര്യമേ ഉള്ളൂ. കഴിഞ്ഞ 7 സെഷനിലും കൂക്കി വിളിയും ബഹളവുമായിരുന്നു. എല്ലാ സാമം ദാനം ഭേദം ദണ്ണം എല്ലാം നോക്കിന്നേ. മുമ്പ് ഇതുപോലെ എത്ര MP-മാരെ പിടിച്ച് പുറത്താക്കി, സസ്പെൻഡ് ചെയ്ത് നിർത്തിയില്ലേ? അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ. ബുദ്ധൻ പറഞ്ഞ പോലെ വിഡ്ഢിയോട് മിണ്ടരുത്, കൂക്കി വിളിക്കുന്നതിനോട് മിണ്ടരുത്. വേണമെങ്കിൽ പിന്നെയും കൂക്കി വിളിച്ചുകൊണ്ടിരുന്നാൽ തിരിഞ്ഞ് നടന്നേക്കുക. അതൊറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 12 ബില്ലുകൾ കൊണ്ടുവന്ന് 12ഉം പാസ്സാക്കി. 11 എണ്ണത്തിൽ ഒരു ഡിസ്കഷൻ പോലും ഇല്ല എന്ന് പറയുമ്പം രാഹുൽ ഗാന്ധി രാജിവെക്കണം. ഒരു ഡിസ്കഷൻ പോലും പാസ്സാക്കിയിട്ടില്ല. പക്ഷെ ബാക്കി 11 ബില്ലും പാസ്സാക്കിയില്ലേ? 12 FCR പോലും ഇവർക്ക് നല്ലൊരു ഡിസ്കഷൻ നടത്താമായിരുന്നു. കാരണം ഈ UP-യിലെ ഇലക്ഷൻ ഉൾപ്പെടെയുള്ളവ നടക്കുമ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു FCR അവിടെ ഡിസ്കഷൻ കൊണ്ടുവരേണ്ടതല്ലേ? ഈ ഇത്രയും സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കുമ്പോൾ അതുപോലും നടന്നില്ല. എല്ലാവർക്കും ഇന്ന് ചോദ്യം ഇതായിരുന്നു, പാർലമെന്റിലെ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടിയത് പ്രതിപക്ഷമോ? പ്രതിപക്ഷമാണെന്ന് 38% പ്രേക്ഷകർ, പ്രതിപക്ഷമല്ല ഒളിച്ചോടിയതെന്ന് 60% പ്രേക്ഷകർ. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.